السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون، ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات، وكان الله غفورا رحيما. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. واطلب متابا بالندامة مقلعا، وبعزم ترك الذنب فيما استقبلا، وبراءة من كل حق العدم، فلهذه الأركان فرع وكملا. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സജ്ജനങ്ങളായ മഹാന്മാരുടെ സവിശേഷതകൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം അല്ലാഹു പഠിപ്പിച്ചത് 5 സവിശേഷതകൾ നാം പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു ജല്ല ജലാലുഹു അവരുടെ സൃഷ്ടികളുമായുള്ള സ്വഭാവം, അതിൻ്റെ സംസ്കരണം, അതിൻ്റെ മഹത്വം, സൃഷ്ടാവുമായി അവർ നടത്തുന്ന സംഭാഷണം,
നിസ്കാരം, അവർ അല്ലാഹുവിനോട് പ്രതീക്ഷയർപ്പിച്ചും ഭയപ്പെട്ടും നടത്തുന്ന പ്രാർത്ഥന, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം സാമ്പത്തികമായ രംഗത്ത് അവരുടെ കൃത്യമായ സമ്പാദ്യരീതിയും അതിന്റെ കൃത്യമായ വിനിയോഗവും അതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ റബ്ബ് പിന്നീട് പറയുന്നത് ഏറ്റവും വലിയ പാപങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലവാരം എന്താണ് എന്നതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ ആർക്കും ശല്യം ചെയ്യാതെ, ആര് ശല്യം ചെയ്താലും സഹിച്ച് വളരെ ഭക്തിയോടെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചും നിസ്കരിച്ചും സാമ്പത്തികമായ രംഗം വളരെ കൃത്യമായി കൈകാര്യം ചെയ്തും വരുന്ന മഹാന്മാർ, അവർ എന്തായിരുന്നാലും വൻ പാപങ്ങൾ ചെയ്യാത്തവരായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അവരുടെ സ്വഭാവങ്ങളോ വിശ്വാസങ്ങളോ ആ മഹാന്മാരെ തൊട്ടു നിൽക്കുക പോലും ചെയ്യുകയില്ല എന്നത് ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളെ ഖണ്ഡിക്കുകയും നിങ്ങളുടെ ഒരു സ്വഭാവവും അവരിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല, അങ്ങനെ സ്വഭാവം നന്നാക്കി ജീവിക്കുന്നവരാണ് എന്നത് പഠിപ്പിക്കുകയും ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം സംസാരിക്കുന്ന വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. അതായത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിശ്വാസികൾ, മുശ്രിക്കുകൾ, അവർ അല്ലാഹുവിന് പല വിഷയത്തിലും സമന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആയിരുന്നു. അല്ലാഹുവിന് കൂറുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായി, അല്ലാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായി, അല്ലാഹുവിന് കൂറുകാരുണ്ട് എന്ന് പ്രഖ്യാപിച്ചതിനാൽ അവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചവർ അല്ല. ആ നിലക്ക് അവർ അല്ലാഹുവിന്റെ കൂറുകാരെന്ന നിലക്കും ആരാധനക്ക് അർഹതയുള്ളവരെന്ന നിലക്കും പലതിനെയും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. ആ സ്വഭാവം, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന സ്വഭാവം ഒരൽപ്പം പോലും ഇല്ലാത്തവരാണ് മഹാന്മാരായ സജ്ജനങ്ങൾ എന്നതാണ് പരിശുദ്ധ ഖുർആൻ ശേഷം അവരുടെ വിശേഷണമായി എടുത്തു പറയുന്ന ഒരു കാര്യം. വല്ലദീന ലാ യഅ്ബുദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ വേറൊരു ദൈവത്തെയും ആരാധിക്കാത്തവരാണവർ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അതിന് ലോകപ്രശസ്ത മുഫസ്സിറായ ഇമാം തബരി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞ അർത്ഥമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. വല്ലദീന ലാ യഅ്ബുദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹിൽ അവർ വിശ്വസിക്കുന്നില്ല, അല്ലാഹയല്ലാത്ത ഒരു ദൈവത്തെയും അവർ ആരാധിക്കുകയും ഇല്ല. ഫയുശ്രികൂന ഫീ ഇബാദത്തിഹിം ഇയ്യാഹു, അങ്ങനെ അല്ലാഹുവല്ലാത്ത ആരാധ്യനുണ്ട്, ഇലാഹുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹയല്ലാത്തവർക്ക് ആരാധിച്ചുകൊണ്ട് ഒരു ബഹുദൈവ വിശ്വാസവും ഒരു ശിർക്കും പ്രവർത്തിക്കാത്തവരാണ് അവർ. വലാകിന്നഹും യുഖ്ലിസൂന ലഹുൽ ഇബാദത വയുഫ്രിദൂനഹു ബിത്വാഅ, മറിച്ച് ആ മഹാന്മാർ അവരുടെ ഇബാദത്ത്, അവരുടെ മുഴുവൻ വിഷയങ്ങളും അല്ലാഹുവിനെ തന്നെ തനിപ്പിക്കുന്നവരാണ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുന്നവരാണ്, ആരാധന നടത്തുന്നവരാണ്. വയുഫ്രിദൂനഹു ബിത്വാഅ, അല്ലാഹുവിനെ തന്നെ അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്, പിശാചിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അല്ല. അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ മറ്റാരെയും അനുസരിക്കുന്നവർ അല്ല. അങ്ങനെ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുമാണവർ.
ഇതിന്റെ പുറമെ ഈ ആയത്തിന്റെ തഫ്സീർ വിവരിക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി അവിടെ വിശദീകരിച്ചു. അതെന്താണ്? ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, അതാ 3 രൂപത്തിലുള്ള ശിർക്ക് അഥവാ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന 3 രൂപം. ഒന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ വരുന്ന രൂപമാണ്. അവ്വലുഹാ അയ്യഅ്ബദ ഗൈറുല്ലാഹി തആല, അല്ലാഹുവല്ലാത്തവർക്ക് ആരാധന നടത്തുകയെന്നത് അത് കടുത്ത ശിർക്കാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ആ കുഫറിന്റെ ശിർക്ക് അവരിൽ ഉണ്ടാകുന്നതല്ല. വസാനി, രണ്ടാമത്തത് ഭാഷയിൽ ഉള്ള ഒരു ശിർക്ക്, പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതെന്താണ്? തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സൃഷ്ടികൾ കൽപ്പിച്ചാൽ ആ കൽപ്പിച്ചതിനെ അനുസരിക്കുക. വാസ്തവത്തിൽ അനുസരിക്കേണ്ടവൻ അല്ലാഹുവാണ്. അല്ലാഹു അനുസരിക്കാൻ പറഞ്ഞവരെയും അനുസരിക്കേണ്ടതാണ്. അനുസരിക്കാൻ പറഞ്ഞ വിഷയങ്ങളിൽ അനുസരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളിൽ അനുസരിക്കുക എന്ന് പറയുന്നത് അത് മഅസിയത്താണ്, തെറ്റാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ലെങ്കിലും അല്ലാഹുവിൽ തന്നെ ലയിച്ചുകൊണ്ടുള്ള ജീവിതം എന്നതിനെതിരാണ്. മൂന്നാമതായി പറയുന്നു വസാലിസു അയ്യുഅ്മല ഗൈരി വജ്ഹില്ലാഹി തആല, ശിർക്കുൽ അസ്ഗർ എന്ന് പണ്ഡിതന്മാര് പറയുന്ന ഒരു ശിർക്ക്. അതെന്താണ്? അല്ലാഹുവിന് ചെയ്യുന്ന കർമ്മങ്ങളിൽ പടച്ചവന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനം ലഭിക്കണം, ജനങ്ങൾക്കിടയിൽ പവർ ലഭിക്കണം, ദുനിയാവിൽ കാര്യം ലഭിക്കണം എന്ന ചിന്തയിൽ ലോകമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതിന് ശിർക്കുൽ അസ്ഗർ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു വിഷയവും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് കൊടുക്കുന്നവൻ, അവൻ മാത്രമാണ് തടയുന്നവൻ, അവൻ തന്നെയാണ് അധികാരമുള്ളവൻ, അവനെ തന്നെയാണ് വഴിപ്പെടേണ്ടത്, അവന് തന്നെയാണ് മുഴുവനും സമർപ്പിക്കേണ്ടത്, അവന്റെ പൊരുത്തം കരുതി തന്നെയാണ് സർവ്വ സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടത്. ഈ വിധത്തിൽ പരിപൂർണമായി അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ച് മറ്റൊന്നിനെയും ആരാധിക്കാതെ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ ഒന്നിനെയും അനുസരിക്കാതെ, അല്ലാഹുവിന്റെ ചെയ്യുന്ന കർമ്മങ്ങളിൽ മറ്റൊന്നിനെയും തന്നെ പങ്കുചേർക്കാതെ ജീവിക്കുന്നവരാണവർ. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, الذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. അവർ അല്ലാഹുവിന്റെ മാത്രം ആരാധന നടത്തുന്നവരാണെന്നതിന്റെ പുറമെ അതേ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു ശരീരത്തെയും വധിച്ചു കളയാത്തവരാണ്. വലാ യസ്നൂൻ, അവര് വ്യഭിചാരം നടത്താത്തവരാണ്. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, വല്ലവനും ഈ തെറ്റ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയല്ല, ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതാ ഏതെങ്കിലും നിരപരാധിയെ, ഏതെങ്കിലും മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ, അല്ലെങ്കിൽ വ്യഭിചാര കുറ്റം പ്രവർത്തിച്ചാൽ, യൽഖ അസാമാ, വലിയ നാശം അവൻ കണ്ടെത്തിക്കുന്നതാണ്, വലിയ ശിക്ഷ അവൻ കണ്ടെത്തിക്കുന്നതാണ്. മറ്റൊരു വ്യാഖ്യാന പ്രകാരം നരകത്തിലതാ മറ്റുള്ള നരകവാസികളുടെ ചലവും ചീഞ്ചലവും ഒക്കെ ഒലിച്ചു വന്ന് താഴുന്നൊരു താഴ്വരയുണ്ട്. വളരെ താഴ്ന്നു കിടക്കുന്നൊരു കിണർ പോലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ അവരെത്തിച്ചേരുന്നതാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ, അന്ത്യനാളിൽ അവർക്ക് കടുത്ത ശിക്ഷ ഇരട്ടി ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. അവർ ആ ശിക്ഷയിൽ തന്നെ കാലകാലം താമസിക്കുന്നതാണ്. അല്ലാഹുവല്ലാത്തതിനെ ആരാധിക്കുന്നവൻ, അതേ വ്യഭിചാര കുറ്റം പ്രവർത്തിക്കുന്നവൻ, അതേ നിരപരാധിയായ മനുഷ്യനെ കൊന്നുകളയുന്നവൻ,
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി ഏത് കാലത്തും നരകത്തിൽ താമസിക്കുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന പ്രവർത്തനം നിർത്തി, എന്നിട്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമത്തു തൗഹീദ് ചൊല്ലി അതാ ഈമാൻ സ്വീകരിച്ചവർ. പിന്നെയോ ഇല്ലാ മൻ താബ, അതുവരെ ചെയ്തു പോയതിൽ ഖേദിച്ച് എന്നിട്ട് വിശ്വാസം പ്രകടിപ്പിച്ച് വഅമില അമലൻ സാലിഹാ, വ്യഭിചാര കുറ്റം നിർത്തി, അതേ മറ്റുള്ളവരെ വധിച്ചു കളയുന്ന ഏർപ്പാട് നിർത്തി, എന്നിട്ട് സൽക്കർമ്മം പ്രവർത്തിക്കാൻ ഒരുങ്ങി. അങ്ങനെയുള്ള കക്ഷികൾ അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, അവര് സത്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിപ്പോയി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകാതിരിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, സഹാബികളിൽ പലരും മുമ്പ് അതേ വിഗ്രഹങ്ങളെ തന്നെ ആരാധിച്ചവരുണ്ട്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വ്യഭിചാര കുറ്റം ചെയ്തു പോയവരുണ്ട്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എത്രയോ നിരപരാധികളെ കൊന്നുപോയവരുണ്ട്. അവരെല്ലാം അതിൽ ഖേദിച്ച് അവർ ഈമാൻ സ്വീകരിച്ച് അവർ സൽക്കർമ്മം ചെയ്യാൻ തുനിഞ്ഞല്ലോ. അത്തരം ആളുകൾ അവർ നേരത്തെ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹു അവരെ സ്വീകരിക്കാതിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പട്ടികയിൽ അവരെ പെടുത്താതിരിക്കുന്നില്ല. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ആ കക്ഷികളുടെ തിന്മകൾ അതെല്ലാം അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്. മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി വന്നവരല്ലേ, സൽക്കർമ്മത്തിന് ഇതാ മുതിർന്ന് മുന്നോട്ട് വന്നവരല്ലേ, വിശ്വാസത്തിലേക്ക് കുതിച്ചു വന്നവരല്ലേ, അവരുടെ തിന്മകളെല്ലാം അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്. എന്നിട്ട് അതിന് പകരം നന്മകളാക്കി കൊടുക്കുന്നതാണ്. ഇതുവരെ അവർ ചെയ്ത തിന്മകളെല്ലാം അവർ കൈയൊഴിക്കുന്നതാണ്. എന്നിട്ട് അതിന് പകരം അവർ നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു ജല്ല ജലാലുഹു ധാരാളം പൊറുക്കുന്ന രാജാവാണ്, കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, വമൻ താബ, ആര് തന്നെയാണെങ്കിലും ചെയ്തു പോയ തെറ്റിൽ ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് ശരിക്ക് ഖേദിച്ച് മടങ്ങി ചെയ്യുന്ന തെറ്റങ്ങ് നിർത്തി ഇനി ചെയ്യില്ലെന്നുറപ്പിച്ച് അവനതാവ അമില സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ, അങ്ങനെ മനസ്സുകൊണ്ട് ഖേദിച്ച് സൽക്കർമ്മിയായി മനുഷ്യൻ ജീവിക്കാൻ ഒരുങ്ങിയാൽ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ, അവൻ അല്ലാഹുവിലേക്ക് ശരിയായ മടക്കം മടങ്ങിയവനാണ്. അങ്ങനെ വരുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അവനോടുള്ള സ്നേഹം കൊണ്ടും അവനെ സ്വീകരിക്കുന്നത് കൊണ്ടും അവന്റെ മടക്കത്തെ സ്വീകരിച്ചുകൊണ്ടും അല്ലാഹും അവനിലേക്ക് മടങ്ങുന്നവൻ തന്നെ. ഈ പ്രമേയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു ശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വിഷയം പാപങ്ങളും പാശ്ചാത്താപവും എന്നതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ അവർ വൻ പാപങ്ങളൊന്നും ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടവരല്ല. അവരുടെ സ്വഭാവം വളരെ നീറ്റാണ്, അവരുടെ എല്ലാ രംഗങ്ങളും വളരെ കൃത്യമാണ്. അതോടുകൂടി ഏറ്റവും വലിയ പാപങ്ങൾ അവർ ചെയ്യുന്നവരെ അല്ല, ചെയ്യുന്ന കൂട്ടത്തിൽ അവരില്ല. ഒന്നാമതായി പറഞ്ഞ പാപം എന്താണ്? അല്ലാഹുവല്ലാത്തതിനെ ആരാധിക്കുക. അല്ലാഹുവിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമന്മാരുണ്ട് എന്ന് വിശ്വസിക്കുകയോ കരുതുകയോ ആ നിലക്ക് പ്രവർത്തിക്കുകയോ ചെയ്യുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മുശ്രിക്കുകളായ കുറെ ആളുകൾ വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾ ക്ഷണിക്കുന്ന ആശയം വളരെ ശരി, ഞങ്ങളത് സ്വീകരിക്കാം. പക്ഷേ ഞങ്ങളത് സ്വീകരിച്ചാൽ ഞങ്ങൾ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾക്ക് എന്താണ് പ്രായശ്ചിത്തം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അപ്പോൾ അല്ലാഹു അവതരിപ്പിച്ച ഒരായത്താണിത്.
വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. ഈ പറഞ്ഞ പാപങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. എന്നിട്ടോ അവർ അല്ലാഹുവിലേക്ക് ഈമാൻ കൊണ്ട് മടങ്ങി. അങ്ങനെയുള്ള കക്ഷികൾ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ലക്ഷണമുള്ളവരാണ്. അപ്പൊ നിങ്ങൾ മുമ്പങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഇസ്ലാമിലേക്ക് നിങ്ങൾ വരുന്നതോടുകൂടി ആ പാപങ്ങളെല്ലാം പുറത്തുപോയി എന്ന് അവരെ പഠിപ്പിക്കാനും കൂടി ഇറങ്ങിയ ആയത്താണ് ഈ ആയത്തെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി രേഖപ്പെടുത്തിയത് കാണാം. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഓ നബിയേ, അയ്യുദ്ദംബി അഅ്ളമു, തെറ്റുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റെന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നീ സമന്മാരെ സ്ഥാപിക്കലാണ്. പടച്ചവന് തുല്യനായി വല്ലവരുമുണ്ടെന്നോ, പടച്ചവന്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തിലോ അവന്റെ സത്തയിലോ അവന്റെ പ്രവൃത്തിയിലോ അവന് തുല്യനായി വല്ല വസ്തുവോ വ്യക്തിയോ ഉണ്ടെന്ന് നീ സ്ഥാപിക്കുന്നതും വിശ്വസിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ സഹോദരന്മാരെ, തെറ്റുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റ് വിശ്വാസത്തിൽ അപാകത ഉണ്ടാകലാണ്. കള്ളു കുടിക്കുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ, മറ്റൊരാളെ കൊല നടത്തുന്നതിനേക്കാൾ, അതിനേക്കാളെല്ലാം വലിയ തെറ്റ് അള്ളാഹു മാത്രമാണ് ഇലാഹു എന്ന ശരിയായ വിശ്വാസം ഇല്ലാതെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അബദ്ധം സംഭവിക്കലാണ്, അല്ലെങ്കിൽ അബദ്ധം വിശ്വസിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ദാലിക ലഅദീം, അത് വളരെ ഭയങ്കര തെറ്റ് തന്നെയാണ് നബിയെ. കാരണം കുടിക്കാൻ വെള്ളം കൊടുത്ത, ഭക്ഷിക്കാൻ ഭക്ഷണം കൊടുത്ത, ആരോഗ്യം കൊടുത്ത, അവയവങ്ങൾ കൊടുത്ത, എല്ലാം സൃഷ്ടിച്ചു കൊടുത്തു. അവനെയും സൃഷ്ടിച്ച് അവന് വേണ്ടതൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുന്ന പടച്ചവൻ, ആ പടച്ചവന് തുല്യനായി, ആ റബ്ബിന് തുല്യനായി മറ്റാരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു നിരപരാധിയെ സംബന്ധിച്ച് അവൻ വ്യഭിചാരിയാണെന്ന് പറഞ്ഞാൽ അത് മഹാ തെറ്റാണ്. കാരണം വ്യഭിചാരം വലിയ കുറ്റമാണ്. ആ കുറ്റം ചെയ്തു എന്നൊരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ചെയ്യാത്തവനെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ ആരോപണം എത്ര വലിയ തെറ്റാണ്. ഇതുപോലെ കള്ളു കുടിക്കാത്തവനെ കുറിച്ച് കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് എത്ര വലിയ തെറ്റാണ്. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. അതേ, ആരെയും കൊല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളൊരു നിരപരാധിയെ കൊന്നു എന്ന് പറഞ്ഞാൽ ആ പറയൽ എത്ര വലിയ തെറ്റാണ്. അപ്പൊ സാധാരണ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കണം, തെറ്റിന്റെ ഗൗരവം എത്ര കൂടുതൽ ശക്തി കൂടുന്നുണ്ടോ ആ തെറ്റ് ആരോപിക്കൽ അതാ വളരെ വലിയ തെറ്റാണ്. ഇതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറച്ച് വിശ്വസിച്ച് രക്തത്തിലും മാംസയിലും മജ്ജയിലും ഓരോരോ മക്കുഴിയിലും എല്ലാ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ആണ്ട് പൂണ്ട് തറിച്ചിട്ടുള്ള അതാ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് ആവർത്തിച്ച് ആയിരക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയുന്നത്, അവൻ മുശ്രിക്കാണെന്ന് പറയുന്നത്, അത് കള്ളു കുടിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് കേട്ടോ, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് കേട്ടോ, കളവ് നടത്തുന്നതിനേക്കാൾ വലിയ തെറ്റാണ് കേട്ടോ. കാരണം ഒരു മുസ്ലിമിനെ മുസ്ലിമല്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റൊരു മുസ്ലിമിന്റെ പേരിൽ ആരോപിക്കുന്നത് അത് കടുത്ത തെറ്റ് തന്നെ. എന്നാൽ ശിർക്ക്
ചെയ്തു എന്നാരോപിക്കുന്നത് അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിന്റെ സമീപത്ത് ചെന്ന് നബിയെ വിളിച്ച് സഹായം ചോദിക്കണമെന്ന് കിതാബുകളിൽ മുഴുവനും എഴുതി വെച്ച ഇമാം നബവി റഹിമഹുല്ലാഹ്, ഇമാം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തുടങ്ങി കഴിഞ്ഞ മുൻകാലഘട്ടങ്ങളിൽ ജീവിച്ച് കഴിഞ്ഞുപോയ മഹാന്മാരായ ഇമാമീങ്ങളില്ലേ, അവരുടെ കിതാബുകളും അവരും ശിർക്ക് പ്രചരിപ്പിച്ചവരും അവര് ശിർക്കിന് പ്രചോദനം നൽകിയവരും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് നബി തങ്ങളെ വിളിച്ചതിനാലും പറഞ്ഞതിനാലും ശിർക്കിന്റെ ആളുകളാണെന്നും ആ ഇമാമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഫത്വ കൊടുത്താൽ, ആശയം പറഞ്ഞാൽ, ആശയം വിശ്വസിച്ചാൽ അവനെ പോലത്തെ ഒരു തെറ്റുകാരനും അവനെ പോലെ ആഖിറത്തിൽ കുടുങ്ങുന്നവനും മറ്റൊരാളില്ല കേട്ടോ. അത് വളരെ ഗൗരവത്തോടെ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇനി സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം, രണ്ടാമതായി പറഞ്ഞ വിഷയം എന്താണ്? വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. നിരപരാധിയെ കൊന്നുകളയുക അത് വലിയ തെറ്റാണ്. നിരപരാധിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവൻ തന്നെയാണെങ്കിലും ഓരോ മനുഷ്യന്മാരും കൊല്ലാൻ ഇറങ്ങാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം തീവ്രവാദവും ഭീകരവാദവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഒരു മനുഷ്യൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കോടതി വിധിച്ചിട്ട് കോടതി കൊല്ലുക, അല്ലെങ്കിൽ സർക്കാർ കൊല്ലുക എന്നല്ലാതെ, ഗവൺമെന്റ് വധിക്കുക എന്നല്ലാതെ ഓരോ വ്യക്തികൾക്കും വാളുമെടുത്തിറങ്ങി കൊല്ലാൻ ഇസ്ലാമിൽ അനുമതിയില്ല. ശരിക്ക് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷകൾ ഇറങ്ങും, പരിഭാഷകൾ അതുപോലെ മറ്റു കിതാബുകളുടെ പരിഭാഷകൾ ഇറങ്ങും. പലപ്പോഴും പരിഭാഷ എഴുതി എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചാൽ ചിലപ്പോൾ അവരത് എഴുതിയിട്ടുണ്ടാവുകയില്ല. ഈ അടുത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു ഫത്ഹുൽ മുഈൻ പരിഭാഷ ഇറക്കുന്നു എന്ന് ഞാനൊരു പരസ്യം കണ്ടു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വിവരം തന്നെ അറിയില്ല. അപ്പൊ സഹോദരന്മാരെ, ചിലപ്പോൾ അങ്ങനെ വന്നു എന്ന് വരാം. അല്ല, ഇനി ഏതെങ്കിലും പണ്ഡിതന്മാര് ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷ ഇറക്കിയാൽ തന്നെ, അല്ലെങ്കിൽ മറ്റു കിതാബുകൾ ഇറക്കിയാൽ തന്നെ, ആ കിതാബിൽ ചിലപ്പോൾ ഉണ്ടാവും നിസ്കാരം ഒഴിക്കുന്നവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് കാണും. അതിനർത്ഥം നമ്മളൊക്കെ വാളുമെടുത്തു പോയി നിസ്കരിക്കാത്തവരൊക്കെ തലവെട്ടണം എന്നല്ല. മറിച്ച് ഇസ്ലാമിക ഗവൺമെന്റ് അവനെ വിചാരണ ചെയ്ത് എന്നിട്ട് അവൻ നിസ്കരിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടാൽ, നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഈ ജീവിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ ഇസ്ലാമിക ഗവൺമെന്റ് കൊല്ലണം എന്നാണ് പറയുന്നതിനർത്ഥം, അല്ലാതെ നമ്മൾക്ക് പോയി കൊല്ലാം എന്നല്ല. ഇതുപോലെ വിവാഹിതനായ ഒരു മനുഷ്യൻ വ്യഭിചാര കുറ്റം ചെയ്താൽ അത് 4 സാക്ഷി കൊണ്ട് തെളിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വയം സമ്മതിച്ചുകൊണ്ട് തെളിഞ്ഞാൽ കൊല്ലണം എന്ന് കാണും. അതിനർത്ഥം നമ്മൾക്ക് കൊല്ലാം എന്നല്ല. ഇതുപോലെ ഒരു മനുഷ്യൻ ഒരു നിരപരാധിയെ കൊന്നാൽ ആ കൊന്നവനെ പകരം കൊല്ലണം എന്ന് കാണും. അതിനർത്ഥം നമ്മൾ പോയി പകരം കൊല്ലണം എന്നല്ല. മറിച്ച് അത് കോടതിയിൽ വിചാരണ ചെയ്ത് തെളിഞ്ഞിട്ട് കോടതി ശിക്ഷ വിധിച്ചു കൊല്ലണം എന്നാണ്. അല്ലാതെ വ്യക്തികൾ നിയമം കയ്യിലെടുക്കുക എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കാരണം അതുകൊണ്ടുണ്ടാകുന്ന നാശം വളരെ വലുതാണ്. അതിനാൽ ഏത് രാജ്യത്തും പ്രശ്നങ്ങളാണ്. എവിടെയും ഭീകര പ്രസ്ഥാനം വളരാൻ കാരണമാണ്, സമാധാന അന്തരീക്ഷം തകരാൻ കാരണമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നിങ്ങൾക്ക് കാണാം, ഇന്നുവരെ തീവ്രവാദം കൊണ്ടോ ഭീകരവാദം കൊണ്ടോ ഒരു നേട്ടവും ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും ഒരു സമുദായത്തിനും ലഭിച്ചിട്ടില്ല കേട്ടോ. ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദികളെ ഏർപ്പാട് അതല്ലേ ഇന്ന് പല രാഷ്ട്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഏർപ്പാടിനൊന്നും ഇസ്ലാമിന്റെ പിന്തുണയുണ്ടെന്നാരും ധരിച്ചു പോകരുത്. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും വിവരമില്ലാത്തവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ അവരുടെ ക്ലാസുകളെ കൊണ്ടോ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവർ പണ്ഡിതന്മാരിൽ നിന്ന് ഇസ്ലാം മതം പഠിക്കണമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇസ്ലാം അനീതിക്ക് കൂട്ടുനിൽക്കുന്ന മതമല്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ.
നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ, വിദ്വേഷത്തിന്റെ പേരിൽ അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുന്നു. അപ്പൊ കൊല നടത്തുക എന്ന് പറയുന്നത് ആർക്കും അനുവദിച്ചു കൊടുത്ത ഒരു വിഷയം അല്ല. എന്നാൽ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, وَمَن يَقْتُلْ مُؤْمِنًا مُتَعَمِّدًا فَجَزَاؤُهُ جَهَنَّمُ خَالِدًا فِيهَا وَغَضِبَ اللَّهُ عَلَيْهِ وَلَعَنَهُ وَأَعَدَّ لَهُ عَذَابًا عَظِيمًا. ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ മനഃപൂർവ്വം വല്ലവനും കൊന്നുകളഞ്ഞാൽ അവനുള്ള പ്രതിഫലം ജഹന്നമാണ്. ഖാലിദൻ ഫീഹാ, ആ ജഹന്നമാകുന്ന നരകത്തിൽ അവനതാ കാലകാലം കഴിയുന്നു. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹു അവനിലേക്ക് കോപമുള്ളവനാണ്, അവനോട് കോപിച്ചിരിക്കുകയാണ്. വലഅനഹു, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അല്ലാഹു അവനെ അകറ്റിയിരിക്കുകയാണ്. വഅഅദ്ദ ലഹു അദാബൻ അളീമാ, ഭയാനകമായ ശിക്ഷ മനുഷ്യനെ കൊന്ന, മോമിനിനെ കൊന്ന ഈ വ്യക്തിക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അനുവദനീയമാണെന്ന വിശ്വാസപ്രകാരമാണ് അവനത് ചെയ്തതെങ്കിൽ അതാ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടി കടന്നുപോയി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അവൻ തൗബ ചെയ്ത് നന്നായില്ലെങ്കിൽ അവൻ കഠിനമായ ശിക്ഷ എത്രയോ കാലം നരകത്തിൽ അനുഭവിക്കേണ്ടവൻ തന്നെ. ഇതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഓർക്കണം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിച്ചപ്പോ ഒന്നാമത്തെ പാപമായി പറഞ്ഞത് അള്ളാഹുവിന് സമന്മാരെ സ്ഥാപിക്കലാണ്, അള്ളാഹുവിന് വല്ല വിഷയത്തിലും തുല്യനുണ്ടെന്ന് വിശ്വസിക്കലാണ്. അത് പറഞ്ഞ ഉടനെ പറയുന്നു, ഖുൽതു സുമ്മ ഐ, ഓ നബിയെ പിന്നെ എന്താണ്? അവിടുന്ന് പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശിയത അൻ യകുല മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന ഭയം കൊണ്ട് നീ നിന്റെ കുട്ടിയെ കൊല്ലലാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം പഠിപ്പിക്കുന്നതിന് മുമ്പ് അറേബ്യയിലുണ്ടായിരുന്ന ജനങ്ങൾ സ്വന്തം മക്കളെ കൊല്ലുന്നവരായിരുന്നു. പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ അവർക്ക് തറവാട്ടിന് കുറവാണെന്നാണ് അവരുടെ ധാരണ. അതിന്റെ പേരിൽ പാവപ്പെട്ട പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നവരായിരുന്നു, കൊല്ലുന്നവരായിരുന്നു അന്നുണ്ടായിരുന്ന മുശ്രിക്കുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് ഭയപ്പെട്ട് നീ മക്കളെ കൊല്ലരുത് കേട്ടോ. ആ കൊല നടത്തൽ ഏറ്റവും വലിയ തെറ്റ്. നിരപരാധിയെ കൊല്ലുക എന്നത് ഏറ്റവും വലിയ തെറ്റ്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഇവിടെ നമ്മളൊരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. എന്താണത്? അതാ ഇന്നത്തെ കാലഘട്ടത്തിലും അതിന്റെ ഒരു ചെറിയ ചായ്വുണ്ട്. അന്നത്തെ മുശ്രിക്കുകളെ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ശാഖ ഇന്നുമുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. മുശ്രിക്കുകളുടെ സ്വഭാവം, അവർക്ക് പെൺകുഞ്ഞ് ജനിച്ചുവെന്ന് കേട്ടാൽ അതിന്റെ പേരിൽ മുഖം വാടുകയാണ്, മുഖം കറുക്കുകയാണ്. ഇപ്പോഴുമില്ലേ നമ്മുടെ കൂട്ടത്തിൽ ചിലർ ജനിച്ചത് പെൺകുട്ടിയാണെന്ന് കേട്ടാൽ മുഖം വാടുന്നവർ, മുഖം കറുത്തു പോകുന്നവർ. ഓ മോനെ, നീ അല്ലാഹുവിൽ വിശ്വാസമുള്ളവനാണോ? എങ്കിൽ അല്ലാഹു പെൺകുട്ടിയെ തന്നാലും ആൺകുട്ടിയെ തന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതില്ലേ? നിനക്ക് ഭക്ഷണം തരുന്നവരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനും അല്ലാഹു അല്ലേ? ഉമ്മമാരെ, പെൺകുട്ടികളെയാണ് പ്രസവിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളെ മനസ്സും വേദനിക്കാൻ പാടില്ലല്ലോ. ആ പെൺകുട്ടികളെ പോറ്റി വളർത്തിയതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എത്രയാണ്, അല്ലാഹു തരുന്ന സ്ഥാനം എത്രയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. ഇനി ഞാൻ പറയട്ടെ, ചില വിവരമില്ലാത്ത ആളുകളില്ലേ, സുബ്ഹാനല്ലാഹ്, ഭാര്യ പ്രസവിക്കുന്നതൊക്കെ പെൺകുട്ടിയാണെങ്കിൽ ഭാര്യയോട് വെറുപ്പ് പിടിക്കുന്നവർ,
നീ എല്ലാം പ്രസവിക്കുന്നത് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ആ പാവം പെൺകുട്ടിയുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്ന വിവരം കെട്ട ചില ഭർത്താക്കന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്. ചോദിക്കട്ടെ മോനെ, പെൺകുട്ടി ജനിച്ചതിന് നിന്റെ ഭാര്യ ഉത്തരവാദിയാണോ? നേരെ മറിച്ച് ഭാര്യ നിന്നോട് പറഞ്ഞാലോ നിന്റെ കുട്ടിക്കല്ലേ അവള് ജന്മം നൽകിയത്, നീയാണ് അതിന്റെ ഉത്തരവാദി എന്ന് നിന്നോട് ഇങ്ങോട്ട് പറഞ്ഞാലോ നിന്റെ മനസ്സ് വേദനിക്കില്ലേ? നീ അതിന്റെ ഉത്തരവാദിയാണോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നബിയല്ലേ, പക്ഷെ ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയല്ലേ, ആൺകുട്ടികൾ ഒറ്റയും ജനിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയല്ലേ, ഒരു പെൺകുട്ടിയും ജനിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടികളും ഉണ്ടായിട്ടുണ്ട്, പെൺകുട്ടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉമ്മമാരെ ശരിക്കോർത്തോ, ഓ സഹോദരന്മാരെ ശരിക്ക് ചിന്തിച്ചോ, ഏതെങ്കിലും ഒരു കുട്ടിയങ്ങ് മരിച്ചു പോകുമ്പോ, ഏതെങ്കിലും ഒരു മകനങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോ, അപ്പോൾ ടെൻഷനായിട്ട് വീട്ടിൽ ഇരിക്കണ്ട, ടെൻഷനായിട്ട് നിന്റെ മനസ്സ് തെറ്റിപ്പോകണ്ട, നിന്റെ കച്ചവടവും ബിസിനസ്സും നിർത്തണ്ട, നീ നിന്റെ ജോലിയിൽ നിന്ന് മാറി നിൽക്കണ്ട, നീ മാനസിക രോഗിയാകണ്ട. നീ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തോ. പ്രായം തികയാത്ത സമയത്താണ് മരിച്ചതെങ്കിൽ ഉമ്മമാരെ, നിങ്ങൾക്ക് ശുപാർശ പറയാന കുട്ടിയുണ്ടാകും, നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാന കുട്ടിയുണ്ടാകും. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾക്കത് സമ്പാദ്യമാണ് കേട്ടോ. എന്നാൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ, എല്ലാ ആൺമക്കളും അവരുടെ കുട്ടിക്കാലത്ത് തന്നെ വഫാത്തായി പോയി. അവിടുത്തെ എല്ലാ ആൺമക്കളും കുട്ടിക്കാലത്ത് തന്നെ വഫാത്തായി പോയി. അവിടുന്ന് സ്ഥാനമില്ലാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ ഹബീബല്ലാഞ്ഞിട്ടല്ല, അതേ ആഖിറത്തിൽ വലിയ സ്ഥാനം കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചതിനാൽ, വേറെയും ഒരുപാട് രഹസ്യങ്ങൾ അതിന്റെ പിന്നിലുള്ളതിനാൽ അല്ലാഹു ജല്ല ജലാലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ആൺകുട്ടികളെയും കുട്ടിക്കാലത്ത് തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അന്ത്യനാൾ വരെ ജീവിക്കുന്ന ഉമ്മത്തുകളിൽ ആരെങ്കിലും മക്കളങ്ങ് മരിച്ചു പോയാൽ അപ്പോൾ അവരെ മനസ്സിനൊരു സമാധാനം കിട്ടി. ലോകത്തിന്റെ മുഴുവൻ നേതാവ്, എന്നെ രക്ഷപ്പെടുത്തേണ്ട നേതാവ്, ഞാൻ ഏറ്റവും പ്രിയം വെക്കുന്ന നേതാവ്, ആ നേതാവിന്റെ മുഴുവൻ ആൺമക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അവിടുന്ന് ക്ഷമിച്ചിട്ടുണ്ടല്ലോ, അവിടുത്തേക്ക് അതിന് പ്രതിഫലമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പിൻതലമുറയിലുള്ള ഉമ്മത്തുകൾക്ക് മുഴുവനും മനസ്സിന് സമാധാനം കിട്ടാനും കൂടിയല്ലേ. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ അതിന്റെ പിന്നിലില്ലേ സഹോദരന്മാരെ, സഹോദരിമാരെ. അതുകൊണ്ട് മക്കള് മരിച്ചു പോയാൽ അതിന്റെ പേരിൽ ഒരിക്കലും തന്നെ അമിതമായി ദുഃഖിച്ചിട്ട് ജീവിതം കളയരുത് കേട്ടോ. അപ്പൊ നമ്മുടെ വാല്യൂ നാളെയും മറ്റന്നാളും കൂടിയാണ് തുടരുന്നത്. എന്റെ സഹോദരിമാർ, സഹോദരന്മാർ, നിങ്ങൾക്ക് കുറച്ച് കവറുകൾ, സിറാജുൽ ഹുദയുടെ കവറുകൾ കൊടുത്തേക്കും. നിങ്ങളെല്ലാം നിങ്ങളെ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ അതിൽ നിക്ഷേപിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ ദുആ ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യം എഴുതി അറിയിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നാളെയും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസും നമ്മുടെ സ്ഥാപനവും ദുആക്ക് ഇജാബത്തുള്ളതാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് വന്നിട്ടുണ്ട്. എന്റെ നേരെ മുന്നിലിരിക്കുന്നുണ്ട് OP. ഇന്ന് നേരത്തെ എനിക്ക് സ്വർണത്തിന്റെ മോതിരം കുറെ കാശും നേർച്ച കൊണ്ട് തന്ന ആളാണ്. ഒരുപാട് ആളുകൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമഅക്ക് ശേഷം ഏകദേശം അസർ വരെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേർച്ച കൊണ്ടുവന്ന ആൾക്കാരോട് വാങ്ങാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ആളുകൾ വന്നിരുന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകളും പ്രസവവേദനയായി ആശുപത്രിയിലെത്തി. അവസാനം ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹവും നേർച്ചയാക്കി, അദ്ദേഹത്തിന്റെ ഭാര്യയും നേർച്ചയാക്കി. ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയി എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങി ആശുപത്രിയിൽ തിയേറ്ററിൽ കയറ്റി മയക്കാൻ വേണ്ടിയുള്ള സൂചി വെക്കാൻ നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഒരു മോതിരം നേർച്ചയാക്കി സിറാജുൽ ഹുദയിലേക്ക്. അൽഹംദുലില്ലാഹ്, ആ പെൺകുട്ടി കുറഞ്ഞ സമയം കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പ്രസവിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. അദ്ദേഹം ആ നേർച്ച പൈസ ഒക്കെ നേരത്തെ കൊണ്ടുകൊടുത്തു, മോതിരം കൊണ്ടുകൊടുത്തു. രണ്ടാമത്തെ ഗർഭമായപ്പോ
പോകുന്നതിന് മുമ്പ് തന്നെ നേർച്ചയാക്കിയ ഒരു മോതിരം. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും കയറ്റിയിട്ടില്ല, അല്ലാത്ത രൂപത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് പ്രസവിച്ചു. ആ മോതിരാണ് ഇന്ന് കൊണ്ടെത്തുന്നത്. അയാളെന്റെ മുന്നിൽ തന്നെ രണ്ടാമത്തെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല നമ്മുടെ സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതിൽ സഹകരിക്കണം. ഇപ്പൊ ഒരുപാട് നേർച്ച കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പൈസന്റെ യാതൊരു ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കരുത്. 2 കോടി രൂപയുള്ള കടമുണ്ട്. വെറുതെ കടാകല്ല, ഈ സ്ഥലമൊക്കെ എടുത്തതിൽ കടമുണ്ട്, ഒരുപാട് കടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിൽ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. ഇതിന്റെ പുറമെ ഒരാഴ്ച നിങ്ങൾക്ക് വേദ പറഞ്ഞാൽ അമ്പകയിലും കുറെ കടായാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. എല്ലാവരും കവർ വാങ്ങണം, കഴിവിന്റെ പരമാവധി സഹായങ്ങൾ എത്തിക്കണം. നാളെ വരുമ്പോൾ കൊണ്ടുവരണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞതെന്താണ്? പെൺകുട്ടികൾ ജനിച്ചാൽ അതിന്റെ പേരിൽ ഭർത്താവിനെ ആക്ഷേപിക്കണ്ട, ഭർത്താവ് ഭാര്യയും ആക്ഷേപിക്കേണ്ട. വിവരക്കേടാണ്. അള്ളാഹു നിശ്ചയിച്ചത് ഓരോരുത്തർക്കും ലഭിക്കും. അമ്പിയാക്കൾക്ക് വരെ അവന്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പെൺകുട്ടികളില്ലാഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്ക് നീ ഖൈറായ പെൺകുട്ടികളെ നൽകണം റഹ്മാനെ. ആൺമക്കളില്ലാഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അവർക്ക് നീ ഖൈറായ ആൺമക്കളെ നൽകണം റഹ്മാനെ. ഇന്നും ഇന്നലെയുമൊക്കെ മക്കളില്ലാഞ്ഞിട്ട് ദിക്ർ എഴുതി വാങ്ങിയവരും അതുപോലെ ദുആ ചെയ്യാൻ പറഞ്ഞവരും നേർച്ച തന്നവരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. നമ്മൾ അധികാരമൊന്നും നമ്മുടെ കൈവശത്തിലല്ല, അധികാരം മുഴുവനും അള്ളാഹുവിനാണ്. ഈ ബോധം നമുക്ക് വേണം. മറ്റൊന്ന്, അള്ളാഹു സൂചിപ്പിച്ചത് കണ്ടോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൂചിപ്പിച്ചത് കണ്ടോ നിങ്ങൾ? എന്താണ്? ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. നിങ്ങൾക്കും മക്കൾക്കും ഒക്കെ ഭക്ഷണം തരുന്നവൻ നമ്മളാ. അതുകൊണ്ട് നിങ്ങൾ മക്കളെ ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഞെരുക്കം പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് കൊന്നുകളയരുത്. എത്ര അർത്ഥവത്താണ് ആ വാചകം. ഇപ്പോഴും നിങ്ങൾ നോക്ക്, ക്ഷേമം ഉണ്ടാകാൻ, നല്ല സമ്പന്നമായ കുടുംബമാകാൻ മക്കളെ കൊല്ലുന്ന മനുഷ്യന്മാര്. പക്ഷെ കൊല്ലുന്നത് പലപ്പോഴും ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലുകയാണ്. മക്കാ മുശ്രിക്കുകൾ ജനിച്ചതിന് ശേഷമേ കൊന്നിട്ടുള്ളൂ. നമ്മളിൽപ്പെട്ട പലരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ പോവാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, സന്താനോൽപാദനത്തിന്റെ വഴി തന്നെ തടഞ്ഞു വെക്കുന്ന ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതല്ല കേട്ടോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് എന്താണ്? അതേ നിക്കാഹിന്റെ ഖുതുബകളിൽ നിങ്ങൾ കേൾക്കാറില്ലേ? തസവ്വജുൽ വലൂദൽ വദൂദ്. ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുവീൻ. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുവീൻ. ഭർത്താവിനെ സ്നേഹിക്കുന്ന സ്ത്രീയാണെന്ന് വിവാഹത്തിന് മുമ്പെങ്ങനെ മനസ്സിലാകും? ധാരാളം പ്രസവിക്കുന്ന സ്ത്രീയാണെന്ന് വിവാഹത്തിന് മുമ്പെങ്ങനെ മനസ്സിലാകും? അതിന് പണ്ഡിതന്മാരവിടെ വിശദീകരണം നൽകി. ആ കുടുംബത്തിലുള്ള സ്ത്രീകൾ, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളുള്ള കുടുംബത്തിൽ വിവാഹം കഴിക്കുക. ഭർത്താവിനെ ശരിക്ക് സ്നേഹിക്കുന്ന പെൺകുട്ടികളുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുക. എന്നിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഫൈനി ഉബാഹി ബികുമുൽ ഉമം. ഓ സമുദായമേ, ഖിയാമത്ത് നാളിൽ വരുമ്പോ എനിക്ക് എന്റെ ഉമ്മത്തിനെ കുറിച്ച് അഭിമാനം പറയാൻ എന്റെ ഉമ്മത്ത് ധാരാളം ഉണ്ടാകണം. എന്റെ ഉമ്മത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകണം. അതിന് എന്റെ ഉമ്മത്തിനെ കൊണ്ടെനിക്ക് അഭിമാനം പറയാൻ നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും. ചോദിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, നീ കുട്ടി 1 2 മതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുട്ടി 1 2 3 മതി എന്ന് പറയുന്ന ഏതെങ്കിലും ആശയത്തെ പിന്തുണക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ പ്രിയം വെക്കുന്നില്ലേ? ആ നബി തങ്ങളുടെ കൽപ്പന സ്വീകരിക്കേണ്ടതില്ലേ? ചോദിക്കട്ടെ, എന്റെയും നിങ്ങളെയും ഒക്കെ മനസ്സിൽ ഈമാൻ അല്ലാഹു തആല ഇട്ടു തന്നില്ലേ? അത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആ ഈമാൻ നമ്മളെ ഹൃദയത്തിൽ കിട്ടിയത് എങ്ങനെയാണ്? നമുക്ക് ഈമാൻ ലഭിച്ചത് എങ്ങനെയാണ്? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ
അതാ അറബിക്കടലും താണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഇന്നുള്ളത് പോലുള്ള യാതൊരു വാഹനങ്ങളും ഇല്ലാത്ത കാലത്ത് വെറും പായക്കപ്പലിൽ കയറിയിട്ട് ജീവനും പണയം വെച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം അവരിവിടെ പ്രചരിപ്പിച്ചതല്ലേ? അവരന്ന് അധ്വാനിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്കിവിടെ ഈമാൻ കിട്ടുമായിരുന്നോ? ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇനി ചോദിക്കട്ടെ, ബദരീങ്ങളെ പേര് നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ ബദരീങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ഉഹദീങ്ങളെ സ്നേഹിക്കുന്നില്ലേ? അതേ ഹൈബറിലും ഖന്തക്കിലും പോയ മഹാന്മാരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അവര് സ്വന്തം ശരീരത്തിലെ രക്തവും മാംസവും ശരീരവും കൊടുത്തുകൊണ്ടല്ലേ അന്ത്യനാൾ വരെ ഇവിടെ ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവരുടെ സ്വന്തം ശരീരം അവരങ്ങ് ബലിയർപ്പിക്കുകയല്ലേ? അവരവിടെ അതാ പണയം വെക്കുകയല്ലേ? വജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി വസ്വതീ. നമുക്കറിയാമല്ലോ, യാതൊരു ആയുധബലവുമില്ലാത്ത സമയത്ത്, അംഗബലമില്ലാത്ത സമയത്ത് ഉള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അങ്ങ് കൊന്നൊടുക്കാമെന്ന നിലയ്ക്ക് മക്ക മുശ്രിക്കീങ്ങൾ അവരെ നാടും വിട്ട് 400-ലധികം കിലോമീറ്റർ താണ്ടിയിട്ട് മദീനയുടെ സമീപത്തുള്ള പ്രദേശമായ ബദറിലേക്ക് എത്തിയപ്പോൾ അവരെ നേരിട്ടുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിർത്തിയത്? ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികൾ അന്ത്യനാൾ വരെ ഉണ്ടാകാൻ വേണ്ടി അവരുടെ ശരീരം തന്നെ കൊടുക്കുന്നതിന് ബദരീങ്ങൾക്ക് വിഷമം തോന്നിയില്ലല്ലോ. ഹംസ റളിയല്ലാഹുവിന്റെ കരൾ കൊടുക്കുമ്പോ ഹംസ റളിയല്ലാഹുവിന് പ്രയാസം തോന്നിയില്ലല്ലോ. കാരണം റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാകണമെങ്കിൽ എന്റെ കരൾ കൊടുക്കണോ? കൊടുക്കാൻ തയ്യാറാണ്. എന്റെ ശരീരം കൊടുക്കണോ? കൊടുക്കാൻ തയ്യാറാണ്. എന്റെ അവയവം കൊടുക്കണോ? കൊടുക്കാൻ തയ്യാറാണ്. അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ച് അവര് സ്വർഗം സമ്പാദിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതാ ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അതുപോലെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികളായ ബദരീകളെയും മുഹദീകളെയും ഭാര്യമാര് അവര് സ്വന്തം ഭർത്താക്കന്മാർ മരണപ്പെട്ട വിവരം അറിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാലും ബാക്കിയുണ്ടല്ലോ, അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കുമല്ലോ എന്ന നിലക്ക് ആ ഭാര്യമാര് സഹിച്ചില്ലേ? അവരെ മക്കള് സഹിച്ചില്ലേ? കുടുംബം സഹിച്ചില്ലേ? എന്തിനായിരുന്നു അത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ ധാരാളം ഖിയാമത്ത് വരെ ഉണ്ടാകാനല്ലേ? എന്നാൽ ഉമ്മമാരെ, അതാ ഗർഭം ചുമന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു കുട്ടിയെ പ്രസവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ കുട്ടിയുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ 100 കണക്കിന് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന മോമിനീങ്ങൾ, മുഹമ്മദുർ റസൂലുള്ള പറയുന്ന മോമിനീങ്ങൾ, ഖുർആൻ എടുത്തോതുന്ന മോമിനീങ്ങൾ, സ്വലാത്ത് ചൊല്ലുന്ന മോമിനീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന കുട്ടികൾ നിങ്ങളെ സന്താന പരമ്പരയിൽ 100 കണക്കിന് ജനിക്കുമെങ്കിൽ ഒരു കുട്ടിക്ക് നിങ്ങൾ ജന്മം നൽകുന്നതിനാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എത്രയാണ് ഉമ്മമാരെ? എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നതിന് പകരം ഉമ്മമാരെ, പൊന്നാര നബിന്റെ ഉമ്മത്തുകളെ ധാരാളം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ധാരാളം പ്രസവിക്കാൻ സന്നദ്ധമാണെന്നല്ലേ ഭർത്താക്കന്മാർക്ക് ധൈര്യം പകരാനും മനക്കരുത്ത് പകരാനും നിങ്ങൾ പറയേണ്ടത് ഉമ്മമാരെ. അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളുടെ വർധനവിന് വേണ്ടി നാം വിവാഹം കഴിക്കണം, അതിനുവേണ്ടി സന്താനോൽപാദനം നടത്തണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും ഞാൻ അവിടെ പല നബിമാരും അവരെ ഉമ്മത്തുകളുമായി വരുമ്പോ എന്റെ ഉമ്മത്തുകളെ വർധനവ് കാണിച്ച് എനിക്ക് സന്തോഷം കൊള്ളാമല്ലോ, എനിക്ക് അഭിമാനിക്കാമല്ലോ. നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുമേ. മുശ്രിക്കീങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ചെറിയ ചായ്വ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ? ഈമാനില്ലാത്തവരുടെ സ്വഭാവത്തിന്റെ ഒരു ചെറിയ ചായ്വ് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ? അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണർത്തുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച ആ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, അതേ നമ്മൾ എവിടെയും ഒരു കാര്യം ചിന്തിക്കണം. ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അങ്ങനെ വല്ലതും നടന്നാലോ നമ്മൾ ആരെയും ചീത്ത പറയാനോ കുറവാക്കാനോ പോകണ്ട, ആരെയും നിസ്സാരപ്പെടുത്താൻ പോകണ്ട.
ചിലപ്പോൾ ശാരീരികമായ രോഗം കൊണ്ടോ മറ്റോ അതാ നിർബന്ധിതമായ അവസ്ഥയിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വന്നാൽ, അഥവാ പ്രധാനപ്പെട്ട യോഗ്യന്മാരായ നീതിമാന്മാരായ സത്യസന്ധന്മാരായ നല്ലവരായ ഡോക്ടർമാര് പരിശോധിച്ച് ഇനി ഇവൾ ഗർഭം ചുമക്കുകയാണെങ്കിൽ അവളുടെ ജീവന് ഹാനി വരുമെന്നോ മറ്റോ പറഞ്ഞാൽ ചിലപ്പോൾ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരും. അത് തെറ്റുള്ളതല്ല, അതും നമ്മൾ കണ്ടേക്കണം, അതും നമ്മൾ അറിഞ്ഞേക്കണം. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ചെയ്തവരെ കുറ്റം പറഞ്ഞ് നമ്മൾ ആഖിറ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവനവന്റെ കാര്യമാണ് അവനവൻ ചിന്തിക്കേണ്ടത്, അവനവന്റെ കുടുംബത്തിന്റെ കാര്യമാണ് അവനവൻ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ വിളിച്ചുപദേശിക്കാനല്ലാതെ മറ്റാരെയും നിസ്സാരപ്പെടുത്താനോ കുറവാക്കാനോ നമുക്ക് അധികാരമില്ല കേട്ടോ. സബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനെ ചീത്ത പറയൽ അത് തമ്മാടിത്തമാണ്, പടച്ച റബ്ബിന്റെ വഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടലാണ്. വഖിതാലുഹു കുഫ്ർ. ഒരൊറ്റ മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. അതേ, അഥവാ നീ മറ്റൊരു മനുഷ്യരെ കൊല്ലാൻ കത്തിയുമെടുത്തിറങ്ങിയാലോ, നീ ഒരു മുഅ്മിനിനോട് പോരാട്ടത്തിനിറങ്ങിയാലോ, വഖിതാലുഹു കുഫ്ർ. മുഅ്മിനായ മനുഷ്യനോട് പോരാട്ടം നടത്തുന്നത് കുഫ്റാണ്, സത്യനിഷേധമാണ്, നന്ദികേടാണ്. പലപ്പോഴും അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കാരണമാകുന്ന തെറ്റാണ്. അതുകൊണ്ട് മോനെ, ഒരൊറ്റ മനുഷ്യനെയും കൊല്ലരുതെന്ന് മാത്രമല്ല, ഒരാളോട് ശണ്ട കൂടാൻ പോകരുത് കേട്ടോ, കുഴപ്പമുണ്ടാക്കാൻ പോകരുത് കേട്ടോ, പ്രശ്നമുണ്ടാക്കാൻ പോകരുത് കേട്ടോ. പണത്തിന് വേണ്ടി കൊലവിളി നടത്തുന്നൊരു കാലമല്ലേ ഇത്? രാഷ്ട്രീയത്തിന് വേണ്ടി പരസ്പരം കൊല്ലുന്ന കാലമല്ലേ ഇത്? ഗ്രൂപ്പിന് വേണ്ടി പരസ്പരം കൊല്ലുന്ന കാലമല്ലേ ഇത്? പരസ്പരം കല്ലെടുത്തെറിയുന്ന കാലമല്ലേ ഇത്? പരസ്പരം ചീത്ത പറയുന്ന കാലമല്ലേ ഇത്? ഓ മനുഷ്യ, ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ തന്നെ തല്ലുണ്ടാക്കുന്ന കാലമല്ലേ ഇത്? ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ ബാപ്പ മരിച്ചാൽ സ്വത്ത് ഭാഗിക്കുന്ന തർക്കത്തിൽ പരസ്പരം മാറുപിടിക്കുന്ന കാലമല്ലേ ഇത്? ഉമ്മ മരിച്ചാൽ ആ സ്വത്തിന് വേണ്ടി പരസ്പരം തല്ലുകൂടുന്ന കാലമല്ലേ ഇത്? മിണ്ടാതിരിക്കുന്ന കാലമല്ലേ ഇത്? ഓ പാടില്ല മോനെ, നീ ഓർത്തോളണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം പ്രത്യേകമായി തന്നെ അവസാനത്തെ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അവിടുന്ന് പ്രത്യേകം പറഞ്ഞ കാര്യം നീ കണ്ടോ? പ്രത്യേകമായി ഓർമ്മിപ്പിച്ച വിഷയം കണ്ടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറയുന്നു, ഫഇന്ന ദിമാഅകും വഅംവാലകും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഇലാ യൗമി തൽഖൗന റബ്ബക്കും അലാ ഹൽ ബല്ലൗതു. ഓ ജനങ്ങളെ, അതാ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ദിവസമല്ലേ? ആ വലിയ മഹത്തായ ദിവസത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസത്തെ പ്രസംഗത്തിൽ അവസാനത്തെ ഹജ്ജിന്റെ ദിവസം അവിടുന്ന് പറയുകയാണ്, ഈ ദിവസം ഏതാണെന്നൊക്കെ ചോദിച്ച് വളരെ പുണ്യമുള്ള ദിവസമാണെന്നും ഇത് പുണ്യമുള്ള സ്ഥലമാണെന്നും എല്ലാം സമ്മതിപ്പിച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നു, ഓ ജനങ്ങളെ, ഫൈന്ന ദിമാഅകും, നിങ്ങളുടെ രക്തമുണ്ടല്ലോ, വഅംവാലകും, നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ ഹറമിന്റെ പവിത്രത നിങ്ങൾ കാണുന്നില്ലേ? ഈ ദുൽഹജ്ജ് 10ന്റെ ബഹുമാനം നിങ്ങൾ കാണുന്നില്ലേ? ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത നിങ്ങൾ കാണുന്നില്ലേ? ആ പവിത്രത നിങ്ങൾ കണക്കിലെടുത്തോളം ആ പവിത്രത പോലെ നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ അഭിമാനങ്ങളും നിങ്ങൾക്ക് പവിത്രതയുള്ളതാണ് കേട്ടോ. മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു വാക്ക് പോലും സംസാരിച്ചു പോകരുത്, ഒരു കണ്ണുകൊണ്ട് പോലും ഇശാറത്താക്കി പോകരുത്, ഒരു കൈ കൊണ്ട് പോലും പരിഹസിച്ചു പോകരുത്, മറ്റൊരാളെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു പോകരുത്. അതുപോലെ നിങ്ങൾ മറ്റൊരു മനുഷ്യന്റെ മാംസം കൊത്തി വലിക്കരുത്, ഗീബത്തും നമീമത്തും പറയരുത്, മറ്റൊരാളെ ചീത്ത പറയരുത്, അതുപോലെ മറ്റൊരുത്തന്റെ സമ്പത്ത് നിങ്ങൾ കയ്യിലാക്കരുത്, ഒരു മനുഷ്യന്റെ രക്തവും നിങ്ങൾ ചിന്തരുത്. അതെല്ലാം വല്ലാതെ പവിത്രതയുള്ളതാണ് കേട്ടോ. അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാതെ അത് പിച്ച് ചെയ്യുന്നത് ഹറാമാണ് കേട്ടോ.
അവസാനത്തെ ഹജ്ജിൽ പ്രത്യേകമായ ഉപദേശം നൽകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് പറയുന്നു, ഇലാ യൗമി തൽഖൗന റബ്ബക്കും, നിങ്ങളെ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ എത്തിച്ചേരുന്നത് വരെ നിങ്ങളിത് ശരിക്കും ഓർത്തോളണം കേട്ടോ. അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഞാനൊന്നും മൂടി വെച്ചിട്ടില്ല. എന്റെ രാജാവിന്റെ അടുക്കൽ എന്റെ സമുദായത്തിന് പഠിപ്പിക്കേണ്ട ഒരു കാര്യവും ഞാൻ പഠിപ്പിക്കാതെ നിന്നിട്ടില്ല. ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നു, അതേ നഅം, അവിടുന്ന് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നബിയെ. അപ്പോഴാ പറയുന്ന, അല്ലാഹുമ്മ ശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാകണേ. നമുക്ക് തമ്മിൽ തല്ലാൻ പാടുണ്ടോ? നമുക്ക് തമ്മിൽ ചീത്ത പറയാൻ പാടുണ്ടോ? നമുക്ക് തമ്മിൽ അതാ സണ്ട കൂടാൻ പാടുണ്ടോ? ഓ മുഅ്മിനേ, മുഅ്മിനീകൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? മുഅ്മിനീകൾ സഹോദരീ സഹോദരന്മാരായി ജീവിക്കണമെന്നല്ലേ പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്? കണ്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വ്യക്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും വിവരിച്ചത്. അവിടുന്ന് പറഞ്ഞു, ഇയ്യാക്കും വന്നന്ന, നിങ്ങളതാ നിങ്ങൾ വേണ്ടാത്ത ധാരണകളൊന്നും വെച്ച് പുലർത്തണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, നല്ലതേ ആരെ കുറിച്ചും വിചാരിക്കാവൂ. എന്നിട്ട് പറഞ്ഞു, ഫൈനൽ അക്ദബുൽ ഹദീസി, അതേ സംസാരങ്ങളിൽ വളരെ കൂടുതൽ വലിയ കളവാണ് അതാ പല ധാരണകളും. എന്നിട്ട് പറഞ്ഞു, വലാ തഹസ്സസു വലാ തജസ്സസു വലാ തനാജസു വലാ തഹാസദു വലാ തബാഗലു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. ഓ ജനങ്ങളെ, വേറൊരു മനുഷ്യന്റെ രഹസ്യ ജീവിതം എങ്ങനെയെന്ന് പരിശോധിക്കാൻ നിങ്ങൾ പോകണ്ട. വേറൊരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചുഴന്ന് അന്വേഷിക്കാൻ പോകണ്ട. വലാ തനാജസൂ, നിങ്ങൾ ഒരാൾ വില പറഞ്ഞെടുക്കാൻ തീരുമാനിച്ച സാധനത്തിന് പിന്നെ നിങ്ങൾ പോയി വില പറയണ്ട. സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും ഒരാള് വിൽക്കാനും കൊള്ളാനും തീരുമാനിച്ച് വില നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ളൂട്ട പോയിട്ട് പിന്നെ വില പറയുന്ന ചില ബ്രോക്കർമാരില്ലേ, ബ്രോക്കർമാരല്ലാത്തവരുമില്ലേ? ഓ മോനെ, പാടില്ല കേട്ടോ. അതുപോലെ കല്യാണം പരസ്പരം പറഞ്ഞുറപ്പിച്ചതിന് ശേഷം അത് പൊട്ടിച്ചിട്ട് അതാ എന്റെ മകൾക്ക് കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരില്ലേ, എന്റെ മകന് കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരില്ലേ? പാടില്ല മോനെ. നിന്റെ മകൾക്കും മകനുമൊക്കെ ബറക്കത്തും ജീവിതവും കൊടുക്കേണ്ടത് അല്ലാഹുവല്ലേ. ആ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ കരിഞ്ചന്തപ്പണി എടുക്കണോ? നിനക്ക് നേർക്ക് നേരെയൊന്ന് ജീവിച്ചുകൂടെ? നിന്റെ കുടുംബത്തിലും നിന്റെ സമ്പത്തിലും ബറക്കത്ത് ചെയ്യേണ്ടത് അല്ലാഹുവല്ലേ. അതുകൊണ്ട് തന്നെ നിനക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് മോഹിച്ചിട്ട് അത്യാർത്തിയില്ലാതെ ഒന്ന് ജീവിച്ചുകൂടെ? അതാ പരിശുദ്ധമായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ വില പറഞ്ഞുറപ്പിച്ചതിന് വില പറയരുത് കേട്ടോ. വലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ദുബായി പോയിട്ട് കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ, വലിയ പണക്കാരനായി പോയി. എന്റെ മകൻ പോകാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി, എന്റെ കട്ടപ്പന മാറിയിട്ടില്ല. മോളെ, നിന്റെ മനസ്സിലും അസൂയ വേണ്ട, ഒരു കക്ഷികൾക്കും അസൂയ വേണ്ട. കഥാ പണക്കാരോട് അസൂയ വെക്കണ്ട, പണ്ഡിതന്മാരോട് അസൂയ വെക്കണ്ട. അതേ ആരോഗ്യമുള്ളവനോട് അസൂയ വെക്കണ്ട. അയൽവാസികൾ പരസ്പരം അസൂയ വെക്കണ്ട. കുടുംബക്കാര് പരസ്പരം അസൂയ വെക്കണ്ട. ആരും ആരോടും അസൂയ വെക്കണ്ട. വലാ തബാഗലു, നിങ്ങൾ പരസ്പരം അതാ വെറുപ്പ് വെക്കണ്ട. നിങ്ങൾ അതാ കൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരായി ജീവിക്കണേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില്ലാതെ പടച്ചവൻ പ്രിയപ്പെട്ട അടിമയാവൂല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം. ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആർക്കും പ്രയാസമുണ്ടാക്കരുത്. മൽഊനും മൻ ളാറ മുഅ്മിനൻ ഔ മകറ ബിഹി, മോമിനായ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചവൻ ലഅനത്ത് ചെയ്യപ്പെട്ടവനാണ്. മോമിനായ മനുഷ്യനെ പരിഹസിക്കുന്നവൻ ലഅനത്ത് ചെയ്യപ്പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറയുന്നു, ഓ ജനങ്ങളെ, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ തന്നെ നിങ്ങളത് പറഞ്ഞു നടക്കാൻ പോകണ്ട. ലാ തൂദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു നിരപരാധികളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട. വലാ തുയയ്യിറൂഹും, നിങ്ങൾ ആരെയും ഐബാക്കണ്ട, കുറവാക്കി സംസാരിക്കണ്ട. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ജീവിതത്തിലുള്ള രഹസ്യ ജീവിതം തുറന്ന് അന്വേഷിക്കാൻ പോകണ്ട.
ഫഇന്നഹു മയ്യത്തബി ഔറത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ പിന്തുടർന്ന് കണ്ടുപിടിച്ചാൽ യത്തബില്ലാഹു ഔറതഹു, അവന്റെ രഹസ്യ ജീവിതവും അവന്റെ ജീവിതത്തിലുള്ള മറച്ചു വെക്കുന്ന സംഗതികളൊക്കെ അല്ലാഹു തആല പിന്തുടർന്ന് വെളിച്ചത്ത് കൊണ്ടുവരും കേട്ടോ. വമൻ യത്തബില്ലാഹു ഔറതഹു യഫ്ലഹു വലൗ ഫീ റഹ്ലിഹി, വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത രഹസ്യമാണെങ്കിലും അല്ലാഹ് അത് വെളിച്ചത്ത് കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് മോമിനായ മനുഷ്യൻ തെറ്റ് ചെയ്തു പോയാൽ തന്നെ നീ ആ തെറ്റ് പാടി നടക്കണ്ട കേട്ടോ. നീ അത് അറിഞ്ഞാൽ തന്നെ അറിഞ്ഞാൽ മറ്റൊരാളോട് പറയണ്ട കേട്ടോ. ശല്യം ചെയ്യുന്നവരായിട്ടല്ലല്ലോ ജീവിക്കേണ്ടത്. ഇനിയും കണ്ടോ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാ എനിക്ക് മിഅ്റാജ് നടന്നപ്പോ മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസിൻ, ചെമ്പിന്റെ നഖമുള്ള ഒരു കൂട്ടരുടെ സമീപത്ത് കൂടെ ഞാൻ നടന്നുപോയി. അവരെന്താ ചെയ്യുന്നത്? യഖ്തിശൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ഞുകളും അവരിങ്ങനെ പറിച്ചിങ്ങനെ മാന്തി കീറുകയാണ്. ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്ന, ആരാണ് ജിബ്രീലേ? അവിടുത്തെ മറുപടി, ഹൗലാഇല്ലദീന യഖുലൂന ലുഹൂമന്നാസ്, ജനങ്ങളെ മാംസം തിന്നുന്നവരും വയഖഊന ഫീ അറാദിഹിം, അവരെ അപമാനിക്കുന്നവരുമാണ് നബിയേ. മറ്റൊരുത്തന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി സംസാരിക്കുന്നവൻ, മറ്റൊരുത്തന്റെ ഗീബത്ത് പറയുന്നവൻ, വേറെ ഒരാൾ പൊരുത്തപ്പെടാത്തത് സംസാരിക്കുന്നവൾ, അവൾക്കല്ല കൊടുക്കുന്ന ശിക്ഷയാണ് നബിയേ. സഹോദരിമാരെ, സഹോദരന്മാരെ, അവനവന്റെ കുറ്റവും കുറവും എന്താണെന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ട് അതൊന്ന് നന്നാക്കാൻ നോക്കൂ. എന്റെ നിസ്കാരത്തിൽ എനിക്ക് ഭക്തി കിട്ടുന്നുണ്ടോ? ഞാൻ ഖുർആൻ ഓതുന്നുണ്ടോ? ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ? ഞാൻ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ഞാൻ ദിക്ർ ചൊല്ലുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നതിൽ തന്നെ ഇഖ്ലാസ് ഉണ്ടോ? ചെയ്യുമ്പോൾ ഭക്തിയുണ്ടോ? അവനവന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ നന്നായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ നമ്മളൊക്കെ അതാ എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയ അടിമകളല്ലേ. അങ്ങനത്തെ നമ്മൾ ആ അടിമകളായ നമ്മൾ എപ്പോഴും റബ്ബിനെ അവനവന്റെ കാര്യത്തിൽ തന്നെ ഭയപ്പെട്ട് ജീവിക്കുകയല്ലാതെ മറ്റൊരാളെ കുറ്റവും കുറവും പറയാൻ നമുക്ക് അവസരം എവിടെയാണ് സുഹൃത്തേ? അതേ സമയത്ത് ഞാൻ ഒന്നുകൂടി ഉണർത്തുന്നു, ലാ തഗ്തബന്ന ഹദൻ ഫഗ്ലന്ന ലിൽ ഉലമാ വലൗ ബിസഹ്വിൻ ലിമാ ഫീ ലഹ്മിഹിം യുഫൂ ഇന്ന الضعاف إذا ما كنت تأكله ولو بجهل جرى في نفسك التلف. ഒരാളെ കുറ്റവും കുറവും നീ പറയണ്ട, ആലിമീങ്ങളെ കുറ്റവും കുറവും തീരെ പറയണ്ട. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചെറിയ മസല തർക്കങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ നയപരമായ തർക്കങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ സംഘടന തർക്കങ്ങൾ ഉണ്ടാകാം. അതിന്റെ പേരിലൊന്നും ഒരൊറ്റ ആലിമിന്റെയും കുറ്റം പറഞ്ഞ് ഈമാൻ നശിപ്പിക്കരുതേ മുസ്ലിമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, അതേ ആലിമിന്റെ മാംസം നഞ്ഞാണ്, ആലിമിന്റെ മാംസം വിഷമാണ്. വിഷം അറിയാതെ വയറ്റിലാക്കിയാലും മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെ മഹാന്മാരെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞിട്ട് അറിയാതെ വിഷം വയറ്റിലാക്കിയാലും മരിച്ചു പോകുന്നത് പോലെ നിന്റെ ആത്മാവ് ചത്തുപോകും കേട്ടോ, അഥവാ ഈമാൻ ഊരിപ്പോകും കേട്ടോ. വളരെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ആരെയും കൊല്ലാൻ പാടില്ലെന്ന് മാത്രമല്ല, ആരെയും ഒരു നിലക്കും ഉപദ്രവിക്കരുതെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നാം. ഈ കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. അള്ളാഹു ഇഷ്ടദാസന്മാരുടെ വിശേഷണങ്ങൾ പറയുകയാണ്, അതേ ഒരു നിരപരാധിയെയും കൊല്ലാൻ അവരില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായി പറയുന്നു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ തെറ്റായിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തെറ്റായിട്ട് പഠിപ്പിച്ച, അതേ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുന്ന, അല്ലാഹല്ലാതെ ഇലാഹുണ്ടെന്ന് ബാധിക്കുന്ന ആ തെറ്റ് പറഞ്ഞ ഉടനെ അതാ രണ്ടാമത്തെ തെറ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊല നടത്തലാണല്ലോ. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വന്തം ശരീരത്തെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ. കടം പിടിച്ചു
പോയതിന്റെ പേരിൽ, അതാ കടം പിടിച്ചു പോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത് ജനങ്ങൾ അറിഞ്ഞു പോയതിന്റെ പേരിൽ തീ കൊളുത്തി മരിക്കുന്നവർ, ഭർത്താവ് പിണങ്ങിയതിന്റെ പേരിൽ വെള്ളത്തിൽ ചാടുന്നവർ, അതേ ഭാര്യ പിണങ്ങിപ്പോയതിന്റെ പേരിൽ അതാ തൂങ്ങി മരിക്കുന്നവർ, സുബ്ഹാനല്ലാഹ് പരീക്ഷയിൽ തോറ്റുപോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെ പോലെ ലക്ഷണം കെട്ടവരാരാണ്? അവരെ പോലെ പരാജയപ്പെട്ടവരാരാണ്? കാരണം ഏറ്റവും വലിയ തെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മരണം, പിന്നെ തൗബ ചെയ്യാൻ അവസരമുണ്ടോ? മരണം തന്നെ ഏറ്റവും വലിയ തെറ്റും ചെയ്തുകൊണ്ടുള്ളൊരു മരണം. അവനേക്കാൾ വലിയ ഏറ്റവും പരാജയപ്പെട്ടവനാരാണ് സഹോദരിമാരെ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര തന്നെ കടം പിടിച്ചു പോയാലും, എന്ത് തന്നെ മുസീബത്ത് വന്നാലും, എന്ത് തന്നെ നശിച്ചു പോയാലും, എത്ര തന്നെ പരാജയപ്പെട്ടാലും, നിങ്ങൾ ഓർത്തോളം അള്ളാഹുവിന്റെ തീരുമാനം ഇവിടെ നടക്കുകയാണ്. അവൻ റിക്കാർഡാക്കിയത് നടക്കുകയാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനം നടന്നതാണ്. അതിന്റെ പേരിൽ അമിതമായ ടെൻഷൻ ആകേണ്ടതില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നു, എല്ലാം നമ്മൾ റിക്കാർഡാക്കി വെച്ചത് ഇവിടെ നടപ്പാക്കുകയാണ്. അത് നിങ്ങൾ അറിയിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അതേ സമയത്ത് എന്ത് കിട്ടിയാലും അഹങ്കരിക്കേണ്ടതുമില്ല. അള്ളാന്റെ തീരുമാനം ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച മുസ്ലിമേ, അള്ളാഹുവിൽ വിശ്വസിച്ച പെണ്ണേ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ജീവനെടുക്കുമെന്ന് നീ ചിന്തിക്കാനോ പറയാനോ പാടില്ല കേട്ടോ. അത് ഭർത്താവിനെ പേടിപ്പിക്കാനും പറയരുത്, ഭാര്യയെ പേടിപ്പിക്കാനും പറയരുത്, ചെയ്യരുതെന്ന് മാത്രമല്ല, ആ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്യുമെന്ന് നിനക്ക് അല്ലാഹ് തന്ന നാവ് കൊണ്ട് നീ പറഞ്ഞു പോകല്ല കേട്ടോ. നിനക്ക് അല്ലാഹ് തന്ന മനസ്സുകൊണ്ട് ചിന്തിക്കല്ല കേട്ടോ. ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ആരാണ് അവിടുന്ന്? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഉമ്മത്തുകളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്താൽ ഉമ്മത്തുകൾക്ക് എന്ത് വരുന്നതും വല്ലാത്ത വിഷമം മനസ്സിലുണ്ടാകുന്ന നേതാവല്ലേ. മുഅ്മിനീങ്ങൾക്ക് വല്ലാതെ റഹ്മത്ത് ചെയ്യുന്ന നേതാവല്ലേ, വല്ലാതെ ദയ ചെയ്യുന്ന നേതാവല്ലേ. ആ പ്രിയപ്പെട്ട നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഉമ്മമാരെ, ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ആ മയ്യിത്തിന് മയ്യിത്ത് നിസ്കരിച്ചില്ല കേട്ടോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ എന്നാ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മയ്യിത്ത് നിസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാതെ മാറി നിന്ന് കേട്ടോ. അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. ഫർള് കിഫായ വീടാൻ വേണ്ടി സ്വഹാബത്തിനെ കൊണ്ട് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. ആ തെറ്റിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ടിന്റെ ഹദീസിൽ അത് കാണാം. അപ്പൊ ആത്മഹത്യയുടെ ഗൗരവം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, അതിനെപ്പറ്റി പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എത്രയാണ് അതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ളത്, എത്രയാണ് അതിനെ സംബന്ധിച്ച് താക്കീത് വന്നിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സുബ്ഹാനല്ലാഹ്, എത്ര ഹദീസാണ്, എത്ര ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹ, ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറിയിട്ട് ഒരാൾ താഴെ ചാടി അങ്ങ് മരിച്ചു കളഞ്ഞാൽ, ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫിഹാ ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ, ജഹന്നമാകുന്ന നരകത്തിൽ എപ്പോഴും അവനതാ മേലെ കയറി താഴോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു. എന്നും നരകത്തിൽ അത് തന്നെയാണ് ശിക്ഷ. വമൻ തഹസ്സാ സുമ്മൻ ഫഖതല നഫ്സഹ, ഒരു മനുഷ്യൻ വിഷം കഴിച്ചിട്ടങ്ങ് മരിച്ചാൽ, ഫസുമുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ, കയ്യിലതാ നരകത്തിൽ വെച്ച് നല്ല വിഷം ഇങ്ങനെ കൈ പിടിച്ചിട്ട് നരകത്തുനിന്ന് എപ്പോഴും ഇത് കുടിക്കുക തന്നെ. വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഒരു മൂർച്ചയുള്ള സാധനം കൊണ്ട് ഒരാൾ മനുഷ്യന്റെ ശരീരത്തെ കൊന്നാൽ, ഫഹദീദതുഹു ഫീ യദിഹി യതവജ്ജഹു ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കയ്യിൽ ആ മൂർച്ചയുള്ള വസ്തുവും പിടിച്ചിട്ട് നരകത്തുന്നവൻ കുത്തുക തന്നെ.
എന്താണ് അതിന്റെ ഗൗരവം? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നിട്ട് ഈ ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്ത്, ആ മയ്യത്തിന്റെ വീട്ടിൽ ഖുർആൻ ഓതാൻ മുസ്ലിംമാര്, അതുപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കാൻ മുസ്ലിംമാര്, അവിടെ കണ്ണോക്കിന് മുസ്ലിംമാരൊക്കെ വരുന്നുണ്ടല്ലോ. അത് വരുന്നത് മാനസിക രോഗി ആയിരിക്കും ആ ആത്മഹത്യ ചെയ്തവൻ എന്ന ധാരണ വെച്ചുകൊണ്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ, നല്ലതാ വിചാരിക്കേണ്ടത്. ആ നിലക്ക് മാനസിക രോഗി ആയതുകൊണ്ട് സമതല തെറ്റിയിട്ട് ചെയ്തതാകും എന്ന ധാരണയിലാണ് വാസ്തവത്തിൽ പണ്ഡിതന്മാർ അത്തരം സ്ഥലങ്ങളിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള തെറ്റാണ് എന്ന ബോധം എന്റെ ഉമ്മമാരെ, സഹോദരന്മാരെ വേണം. എന്ത് സംഭവിച്ചാലും ഒരിക്കലും തന്നെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇനി വ്യഭിചാരക്കുറ്റം തന്നെ ചെയ്തു പോയാലും, അത് ഒട്ടാകെ ഫ്ലാഷ് ആയാലും, ആ തെറ്റ് പടച്ചവനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് പൊറുപ്പിക്കാൻ നോക്കുകയല്ലാതെ ഒരിക്കലും തന്നെ ആത്മഹത്യ എന്നൊരു വിഷയം ചിന്തിക്കരുത്. വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാണ് ആത്മഹത്യ, കള്ളുകുടിയേക്കാൾ വലിയ തെറ്റാണ് ആത്മഹത്യ, എല്ലാ തെറ്റുകളെക്കാളും വലിയ തെറ്റാണ് ആത്മഹത്യ. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന തെറ്റ് കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ തെറ്റാണ് അവനവന്റെ ശരീരത്തെ കൊല്ലുന്ന തെറ്റ് എന്ന ബോധം മുസ്ലിമീങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. പിന്നീട് അല്ലാഹു പറഞ്ഞ വലിയ തെറ്റെന്താണ്? ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. അതേ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ വ്യഭിചാര കുറ്റം ചെയ്യുന്നവരല്ല. വലിയ തെറ്റാണ് വ്യഭിചാരം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തഖറബുസ് സിനാ, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവത്തിലാ പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരങ്ങളെ അടുക്കരുത് കേട്ടോ. ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീലാ, അത് വളരെ വഷളാണ്, വളരെ മോശമായ വഴിയാണ്. ഒരിക്കലും തന്നെ അങ്ങോട്ട് അടുത്തു പോകരുത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പോകുന്ന വഴികളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വ്യഭിചാരം എന്ന ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അവിടുന്ന് പറയുന്നത് എന്താണ്? അൽ ഐനാനി സിനാഹും അന്നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. അന്യ സ്ത്രീകളിലേക്ക് പുരുഷൻ നോക്കുന്നതും അന്യപുരുഷന്മാരിലേക്ക് സ്ത്രീകളതാ വികാരത്തോടെ നോക്കുന്നതുമെല്ലാം കടുത്ത വ്യഭിചാരം തന്നെ. വികാരമില്ലെങ്കിലും നോക്കരുതെന്നാണ്. ഇരിക്കട്ടെ, പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രണ്ട് കാതിന്റെ വ്യഭിചാരമാണ്. ശ്രദ്ധിച്ച് കേൾക്കൽ കേട്ടോ. അന്യ പെൺകുട്ടികളെ ഫോൺ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്ന ചില ചെറുപ്പക്കാരില്ലേ, അന്യ ചെറുപ്പക്കാരെ ടെലിഫോണിൽ വിളിക്കുന്ന ചില പെൺകുട്ടികളില്ലേ, ആ ശബ്ദം കേൾക്കുന്നത് തന്നെ ഓ മനുഷ്യ, പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കുക എന്ന നിലക്കോ പുരുഷന്റെ ശബ്ദം കേട്ട് രസിക്കുക എന്ന നിലക്കോ കേൾക്കുന്ന ശബ്ദം തന്നെ ഹറാമാണ് കേട്ടോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലുദുനാനി സിനാഹു വൽ ഇസ്തിമാഉ, ശ്രദ്ധിച്ചുകൊണ്ട് കാതുകൾ കേൾക്കുന്നത് അത് വ്യഭിചാരമാണ്, അത് കാതിന്റെ വ്യഭിചാരമാണ്. വല്ലിസാനു സിനാഹുൽ കലാമു, സിനാഹുൽ കലാമു, നാവിന്റെ വ്യഭിചാരമാണ് സംസാരം. നീ പെണ്ണ് അന്യപെണ്ണ് പുരുഷനോട് സംസാരിക്കുന്നതോ അന്യപുരുഷൻ അന്യപെണ്ണിനോട് സംസാരിക്കുന്നതോ തെറ്റായ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ടാണെങ്കിൽ ഓ ഹറാബ് തന്നെ, അതും വ്യഭിചാരം തന്നെ. അതുകൊണ്ടല്ലേ ഉമ്മമാരെ ഒരു മസ്അല ഇപ്പോഴങ്ങ് പഠിച്ചു വെച്ചോ. ഇപ്പൊ ഒരു പുതിയ ഫാഷൻ തുടങ്ങിയിട്ടുണ്ട്. ഏത് അന്യപുരുഷന്മാർക്കും അന്യ സ്ത്രീകൾ സലാം പറയുന്ന ഒരു പരിഷ്കാരം ഈ അടുത്ത് തുടങ്ങിയതായി കേൾക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട എന്നെ തന്നെ വിളിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ദുആ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മസ്അല ചോദിക്കാനോ സ്ത്രീകൾ വിളിക്കുമ്പോ അവര് സലാം പറയുന്നത് കേൾക്കുന്നു, ഒരു പുതിയ ആചാരം കേൾക്കുന്നു. ഉമ്മമാരെ, അന്യപുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ സലാം പറയാൻ ഇസ്ലാമിൽ പാടില്ല കേട്ടോ. അതുകൊണ്ട് അന്യപുരുഷന്മാരുമായി സംസാരിക്കുമ്പോ നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് സംസാരിക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു മസ്അല ചോദിച്ചു പഠിക്കാനാണെങ്കിൽ അതൊരു തെറ്റായ കാര്യമല്ലല്ലോ, അതുകൊണ്ട് സംസാരിക്കാം. നിങ്ങൾക്കൊരു ദുആ പറയാനാണെങ്കിൽ പറയാം. അതുപോലൊരു കച്ചവടം ചെയ്യാൻ വേണ്ടി നിങ്ങളെ വസ്തുവിന്റെ വില പറയുകയാണെങ്കിൽ പറയാം. അങ്ങനെ ദുന്യാവിലോ ആഖിറത്തിലോ കാര്യമുള്ള ഒരു സംഗതിക്ക് വേണ്ടി ദുരുദ്ദേശമില്ലാതെ സംസാരിച്ചാൽ ആ സൗണ്ട് ഹറാമല്ല, അത് കേൾക്കലും ഹറാമല്ല. അതേ സമയത്ത് ദുരുദ്ദേശത്തോടുകൂടിയുള്ളതെല്ലാം ഹറാമ് തന്നെ. എത്രത്തോളം
ഖുർആൻ പറഞ്ഞു വലാ യദ്രിബിന ബിഅർജുലിഹിന്ന ലിയുലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. അന്യ സ്ത്രീകൾ അവരുടെ ഭംഗി പ്രകടമാകാൻ കാരണമാകുന്ന വിധത്തിൽ കാലിന്റെ മേലെ ധരിച്ച പാദസരത്തിന്റെ ശബ്ദം പോലും ഉണ്ടാക്കി കിലുകിലുക്കിയിട്ട് നടക്കാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന വഴികൾ മുഴുവനും അടച്ചു കളയുകയാണ് അല്ലാഹും അവന്റെ റസൂലും കേട്ടോ. വീണ്ടും പറയുന്നു വല്യദു സിനാഹൽ ബത്സു, കയ്യിന്റെ വ്യഭിചാരമാണ് പിടിക്കല് കേട്ടോ. ഞാൻ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച കക്കാടിന്റെ തരീക്കത്തും അതേ മഹദരിയുടെ ബൈഅത്തും എന്ന സിഡിയിൽ വടകരയിലുള്ള ഒരു തരീക്കത്തിന്റെ തങ്ങള് അന്യപെണ്ണിന്റെ കൈപിടിക്കുന്നതും അന്യപെണ്ണിനെ ചുംബിക്കുന്നതും ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, സിഡിയിൽ കണ്ടിട്ടുണ്ടാകാം. തരീക്കത്തിന്റെ പേരും പറഞ്ഞ് അന്യപെണ്ണിന്റെ കൈപിടിക്കുന്ന ചില ആളുകളുണ്ട്. വല്ലാത്ത നാശം തന്നെ. ഈ അടുത്ത് ഞാൻ ദുബായിൽ പോയപ്പോ എനിക്കൊരു സിഡി കിട്ടി. അത് ഈ വേങ്ങാട് തരീക്കത്ത് എന്ന് പറഞ്ഞ കൂത്തുപറമ്പിനടുക്കലുണ്ടല്ലോ ഒരു തെരീക്കത്തും കൊണ്ട് നടക്കുന്ന ഒരാള്. എന്ത് തെരീക്കത്താ സഹോദര? അന്യപെണ്ണിന്റെ കൈ പിടിച്ചിട്ട് അന്യപെണ്ണിന്റെ കയ്യിൽ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നതിന് പുറമെ അതാ മുസ്ലിമും അമുസ്ലിമായ സ്ത്രീകൾ ആ സ്ത്രീകളെ തൊള്ളയിലേക്ക് വേങ്ങാട്ട ശൈഖ് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് സിഡിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണോ ശൈഖ്? ഇതാണോ തരീക്കത്ത്? നമ്മളെ ഈ നാദാപുരം ഭാഗത്തും ചില ആളുകൾ അതിൽ പെട്ടുപോയവരില്ലേ? അല്ലാഹുവേ, വിവരമില്ലാത്ത ജനങ്ങൾ അവരാര് പറ്റിച്ചോ അവരും അതിന്റെ ഉത്തരവാദികൾ തന്നെ. നീ അവരെ ഹിദായത്ത് കൊടുത്ത് നന്നാക്കണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറയുന്ന ദീന് സ്വീകരിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചത് പറയാനല്ലാതെ ഞങ്ങൾക്കാർക്കും ഹിദായത്ത് കൊടുക്കാൻ അധികാരമില്ലല്ലോ റഹ്മാനേ. നല്ല ജനങ്ങൾ നല്ല നിയ്യത്തോട് തരീഖത്താണെന്നും മനസ്സിലാക്കി പോയി കൂടിപ്പോവുകയാണ്. നീ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവിടുന്ന് പറയുകയാണ്, അതേ കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, നാവിന്റെ വ്യഭിചാരമാണ് സംസാരം. ഇങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വൽയദു സിനാഹൽ ബത്സു, കയ്യിന്റെ വ്യഭിചാരമാണ് പിടുത്തം. പിന്നെ തരീഖത്തിൽ വ്യഭിചാരം ചെയ്യുന്ന ഒരു തരീഖത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഇത് പറഞ്ഞത്? കൈ കൊണ്ട് അന്യപെണ്ണിന്റെ കൈ പിടിക്കുന്നതും അന്യപെണ്ണ് അന്യപുരുഷന്റെ കൈ പിടിക്കുന്നതും അൽ ബത്സു, അത് വ്യഭിചാരമാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഞാൻ ചുരുക്കട്ടെ. പക്ഷേ ഖിയാമത്ത് നാളിന്റെ അലാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി. ഇന്ന മിൻ അശ്റാത്തി സാഅത്തി, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇൽമു ഉയർത്തപ്പെടുക. സുബ്ഹാനല്ലാഹ്. പഴയ കാലത്ത് പോലെ വിവരമുള്ള ആലിമീങ്ങളെ കാണുന്നുണ്ടോ? വയകുസറൽ ജഹ്ലു, വിവരക്കേട് വർദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെ വിവരക്കേടാ പലരും വിളിച്ചു പറയുന്നത്? വയക്സുറ സിനാ, വ്യഭിചാരം വർദ്ധിക്കുക. വയക്സുറ ശുർബുൽ ഖംർ, കള്ളുകുടി വർദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ അടയാളങ്ങൾ കറക്റ്റായി നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുകയല്ലേ? സുബ്ഹാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖദ് അദ്ദൈതൽ അമാനത വബലഗ്ത الرسالة ونصحت الأمة. ഓ നബിയേ, അവിടുന്നൊന്നും മൂടി വെച്ചിട്ടില്ല. ഈമാനുള്ളവർക്ക് നോക്കിക്കാണാൻ മാത്രം അവിടുന്ന് ഖിയാമത്ത് നാളിന്റെ അലാമത്ത് പറഞ്ഞത് ഓരോന്നോരോന്ന് കാണുന്നുണ്ടല്ലോ. അവിടുന്ന് ഈ ഉമ്മത്തിന് വേണ്ടതുപോലെ ഉപദേശിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഉമ്മത്തിന് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഓ സഹോദരിമാരെ, വ്യഭിചാരം വർദ്ധിക്കുമെന്ന് അവിടുന്ന് പറയുന്നു, കള്ളുകുടി വർദ്ധിക്കുമെന്ന് അവിടുന്ന് പറയുന്നു, വിവരക്കേട് വർദ്ധിക്കുമെന്ന് അവിടുന്ന് പറയുന്നു, ഇൽമു ചുരുങ്ങിപ്പോകുമെന്ന് പറയുന്നു. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കീല ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ലേ? ഭാര്യ ഉണ്ടായിരുന്നില്ലേ? പള്ളിയിലേക്ക് അയച്ചിട്ടില്ലല്ലോ. കടാരന്റെ ഉസ്താദ് അയച്ചിട്ടില്ലല്ലോ. കാങ്ങാട്ട് ഉസ്താദ് അയച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട കീല ഉസ്താദ് അയച്ചിട്ടില്ലല്ലോ. അതുപോലെ കന്യത്ത് ഉസ്താദ്
അയച്ചിട്ടില്ലല്ലോ, ഈ കെ ഉസ്താദ് അയച്ചിട്ടില്ലല്ലോ, ഖുതുബി തങ്ങൾ അയച്ചിട്ടില്ലല്ലോ. അവിടുന്ന് അങ്ങോട്ട് മേൽപോട്ട് പോയാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരും കാണുകയില്ലെന്ന് മനസ്സിലാക്കി രാത്രി സമയത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ അടിച്ചു തിരിച്ചയക്കുകയല്ലേ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്? അത് അൽ ബിദായത്തു വന്നിഹായിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്നിട്ട് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറയുന്നവർ, സുബ്ഹാനല്ലാഹ് അങ്ങാടിയിൽ ഇറങ്ങണമെന്ന് പറയുന്നവർ, എന്തെല്ലാം വഴികളാണ് തുറന്നിരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ അലാമത്ത് തന്നെ. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന നാളെയും മറ്റന്നാളും ഇൻഷാ അല്ലാഹ് നമ്മുടെ വഅലിന്റെ സമാപനം മറ്റന്നാളും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കൊരു ദിവസം റെസ്റ്റാണ്. അതിന്റെ പിറ്റേ ദിവസവും സെലഫിക്ക് മറുപടിയാണ്. അത് മറ്റൊരു പരിപാടിയാണ്. അതിന് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം. സഹോദരന്മാരെ, ഈ വാനിൽ ഞാനത് കലർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് 7 ദിവസത്തെ വാന് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ആരോഗ്യവും ആയുസ്സുമുള്ള കാലത്ത് ഓരോ കൊല്ലവും വാന് തന്നെ പറയും. അതിൽ മറ്റൊരു ഗണ്ണനവും ഉദ്ദേശമില്ല. അതേ സമയത്ത് അത് ഞാൻ വേറെ തന്നെ ഒരു പരിപാടി, അത് തമ്മിലൊന്ന് വിട്ടുപിരിയാൻ വേണ്ടിയാണ്. സുന്നത്ത് നിസ്കാരത്തിന് ഫർള് നിസ്കാരത്തിന് എടുക്കുക വിട്ടുപിരിക്കൽ വേണമെന്ന് പറഞ്ഞതുപോലെ ഒരു വിട്ടുപിരിക്കാനാണ് ഒരു ദിവസം ലീവ് തരുന്നത്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് 5-ാം തീയതിയും 6-ാം തീയതിയും ഞാൻ അപ്പോൾ അതിന്റെ കണക്ക് തീർത്തോളാം. ഇപ്പോൾ ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർക്കുക, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്ര ഗൗരവത്തിലാണ് ഓരോ കാര്യവും ഉപദേശിക്കുന്നത്. അവിടുന്ന് പറയുകയാണ്, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കടക്കല്ലേ ചെറുപ്പക്കാരെ, സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു പോകല്ലേ. ചോദിക്കട്ടെ, നമ്മളെ പല പ്രദേശങ്ങളിലുമുള്ള ഒരു ഏർപ്പാട് സുബ്ഹാനല്ലാഹ്, അത് ആ ഗ്രിൽസ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാകും. ഏത് അന്യപുരുഷൻ വന്നാലും കുഞ്ഞാമീന്ന് ചോദിച്ചിട്ട് നേരെ അടുക്കളയൊക്കെ, അല്ലെങ്കിൽ മറിയേന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരും വിളിച്ചിട്ട് ആസിയാന്ന് വിളിച്ചു നേരെ അടുക്കളയിലേക്ക്. അന്യപുരുഷന്മാരെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടുന്ന് വന്നു ഈ സംസ്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ അടുത്തേക്ക് കടന്നു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പൊ സഹാബത്തിൽ ഒരാളെ ചോദ്യം, അറഅയ്തൽ ഹമ്മ, ഓ നബിയെ, ഭർത്താവിന്റെ കുടുംബക്കാരോ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിച്ചോളണം. ഭർത്താവിന്റെ അനുജനെ കാവൽ നിർത്തുന്നവര്, ഭർത്താവിന്റെ ജേഷ്ഠനെ കാവൽ നിർത്തുന്നവര്, ഭാര്യമാരെയും വിട്ടിട്ട് ഭർത്താക്കന്മാർ അന്യനാട്ടിൽ പോയി താമസിച്ച് അന്യനാട്ടിൽ പോയി അധ്വാനിച്ചു പോകാതെ നിവൃത്തിയില്ല. പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് കാവലിന് വേണ്ടി അനുജനെ താമസിപ്പിക്കുന്നവൻ, ജേഷ്ഠനെ താമസിപ്പിക്കുന്നവൻ, അന്യപുരുഷനെ താമസിപ്പിക്കുന്നവൻ നിന്നെപ്പോലെ വിവരമില്ലാത്തവൻ ആരാണോ? അതേപോലെ അവിടെ അതാ താമസിക്കാൻ വേണ്ടി അന്യപുരുഷനെ വീട്ടിലേക്ക് വിളിക്കുന്ന പെണ്ണുങ്ങളെക്കാൾ വിവരമില്ലാത്തവരാരാണ്? തെറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളവരാരാണ്? ശ്രദ്ധിച്ചോളണം, ഒരിക്കലും പാടില്ല. അന്യപുരുഷന്മാര് നിങ്ങൾക്ക് കാവലിൽ നിൽക്കാൻ പറ്റുമോ? പാടില്ല. ഞാൻ പറയട്ടെ, ഭർത്താവിന്റെ അനുജന്മാരെ, ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരെ കാവലിന് വിളിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ചാതുര്യമുള്ള വാക്കുകൾ പറഞ്ഞ് അത്തരം ചെറുപ്പക്കാരെ ആകർഷിപ്പിക്കാൻ ശ്രമിക്കുന്ന അതാ ജഹന്നമാകുന്ന നരകത്തിന് കുറിച്ച് ബോധമില്ലാത്ത അതാ പെൺകുട്ടികളില്ലേ, സ്ത്രീകളില്ലേ, നമ്മുടെ ഈ ഭാഗത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹുവേ, ഈ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ റഹ്മാനേ. വേദനയോടെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഭർത്താവിന്റെ ആളോ എന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തിനധികം പറയണം, വീട്ടിൽ ജോലിയെടുക്കുന്ന ജോലിക്കാരനെ കാവൽ നിർത്തി പോകുന്നവരില്ലേ, ഡ്രൈവർമാരെ കാവലിന് നിർത്തുന്നവരില്ലേ, അതുപോലെ മറ്റു തൊഴിലാളികളെ നിർത്തുന്നവരില്ലേ. ചോദിക്കട്ടെ, അന്യപുരുഷന്മാരെയും അന്യ സ്ത്രീകളെയും രാത്രിയിൽ ഒരു സ്ഥലത്തിട്ട് പോകാൻ പാടുണ്ടോ മനുഷ്യ? അതുപോലെ തന്നെ അന്യപുരുഷന്മാരുടെ കൂടെ അയക്കാൻ പാടുണ്ടോ മനുഷ്യ? ബന്ധപ്പെട്ടവരില്ലാതെ ഹജ്ജിന് പോകുമ്പോൾ പോലും കുടുംബത്തിൽ കാണാനും തൊടാനും പറ്റുന്ന ഒരാൾ വേണമെന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾ അതാ സംരക്ഷണം ലഭിക്കുന്ന വിധത്തിൽ ഉണ്ടാകണമെന്നല്ലേ? ഇതൊന്നുമില്ലാതെ എവിടെയും ഇറങ്ങിപ്പോകുന്ന ഒരു ചുറ്റുപാട്, എവിടെയും കാവൽ നിർത്തുന്ന ഒരു ചുറ്റുപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭർത്താവിന്റെ കുടുംബമാണെങ്കിലോ എന്ന് സഹാബത്ത് ചോദിക്കുന്നത്, ഉടനെ അവിടുത്തെ ഗൗരവപൂർവ്വമുള്ള മറുപടി, അൽഹമു അൽ മൗതു, അൽഹമു അൽ മൗതു. ഭർത്താവിന്റെ കുടുംബത്തിലുള്ള പുരുഷന്മാര് അത് മരണസമാനമാണ് കേട്ടോ, മരണസമാനമാണ് കേട്ടോ. വളരെ അപകടകരമാണെന്നാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. മരണസമാനമാണ്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, നന്നായി ശ്രദ്ധിച്ചോളണം. അന്യ സ്ത്രീകളെയും കയറ്റിയിട്ട് ബൈക്കുമ്മല പോകുന്നവരുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഇന്നാലില്ല, അങ്ങനത്തെ യാതൊരു പരിപാടികളിലേക്കും നമ്മൾ ആരും പെട്ടുപോകരുതെന്ന് സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു. ഓ മോനെ, വ്യഭിചാര കുറ്റത്തിലേക്ക് എത്തിപ്പോകാൻ വഴിയാകുന്ന മാർഗങ്ങളിലേക്ക് കടക്കരുത്. അതിനാണ് ഇസ്ലാമിക നിയമങ്ങളൊക്കെ വെച്ചത്. മനുഷ്യൻ ദുർബലനാണ്. ദുർബലനായ മനുഷ്യൻ സാഹചര്യം ഒത്തിണങ്ങുമ്പോൾ മനുഷ്യൻ തെറ്റിലേക്ക് വഴുതിപ്പോകും. പണ്ഡിതന്മാര് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, റബ്ബർ പന്ത് പോലെയാണ് മനുഷ്യന്റെ വികാരം. റബ്ബർ പന്ത് പോലെയാണ്. റബ്ബർ പന്ത് അവിടെ വെച്ചാൽ അവിടെ നിൽക്കും. നിങ്ങളൊന്നങ്ങ് തൊട്ടാലോ പിന്നെ അത് ഉരുണ്ടുപോകും. പിന്നെ അത് പിടിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. മനുഷ്യന്റെ വികാരത്തിന്റെ സ്ഥിതി അതുപോലെയാണ്. അതുകൊണ്ട് തന്നെയാ നോക്കരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാ തുടരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാ ഒന്നായി കിടക്കരുതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്നായി പോകരുതെന്ന് പറഞ്ഞത്. അതാ കൂടുതൽ ചെയ്തു പോയാൽ അതിലേക്ക് മനുഷ്യനെങ്കിൽ വഴി പോകാൻ കാരണമാണ്. മനുഷ്യൻ അവനവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഓ സഹോദരാ, വ്യഭിചാര കുറ്റം എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 6 കാര്യമാണ് ഒരു വ്യഭിചാരിക്ക് പറ്റുന്ന അബദ്ധം. ഒരു വ്യഭിചാരം നടത്തിയാൽ 6 കാര്യം. വ്യഭിചാരം സൂക്ഷിച്ചോ നിങ്ങൾ. 6 വിഷയമാണ് അതിനെ തുടർന്ന് വരുന്നത്. 3 കാര്യം ദുന്യാവിൽ തന്നെ കിട്ടും. വ്യഭിചാരിക്ക് ദുന്യാവിൽ തന്നെ 3 വിഷയം കിട്ടും. 3 ആഖിറത്തിൽ 3 കാര്യം കിട്ടും. എന്താ ദുന്യാവിലുള്ള ദുന്യാവിൽ കിട്ടുന്ന മനുഷ്യന്റെ പ്രകാശം കെടുത്തിക്കളിയും. മുഖത്തിന്റെ പ്രകാശം, ഈമാനിന്റെ പ്രകാശം, വ്യഭിചാരിയുടെ പ്രകാശം തന്നെ നഷ്ടപ്പെട്ടു പോകും. വ്യഭിചാരിക്ക് ദാരിദ്ര്യമുണ്ടാകും. വ്യഭിചാര കുറ്റം ചെയ്യുന്നവൻ എത്ര വലിയ മുതലാളിമാരെ മക്കളായി വളർന്നവരാണെങ്കിലും വ്യഭിചാര കുറ്റം ചെയ്യുന്നവൻ ദരിദ്രനായി പോകും. ദാരിദ്ര്യം അതിന്റെ ഒരു സംഗതിയാണ്. ഇനിയും കേട്ടോ, മനുഷ്യന്റെ ആയുസ് ചുരുക്കും. അപ്പൊ 3 കാര്യം ദുന്യാവിൽ തന്നെ. ആയുസ് ചുരുങ്ങും, ദാരിദ്ര്യം പിടികൂടും, മനുഷ്യന്റെ പ്രകാശം പോകും. എന്നാൽ ആഖിറത്തിലുള്ള 3 കാര്യമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമ്മല്ലത്തി ഫിൽ ആഖിറത്തി, ആഖിറത്തിലുള്ളതോ ഫസുഖ്തുല്ലാഹി, അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ കോപം, വസൂൽ ഹിസാബി, വസൂൽ ഹിസാബി, വല്ലാത്ത കണക്ക് ചോദ്യം, വല്ലാത്ത കണക്ക് ചോദ്യം. കണക്ക് ചോദിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വഷളായില്ലേ. കടുത്ത തീയാകുന്ന നരകം കൊണ്ടുള്ള ശിക്ഷ. ഈ 3 കാര്യങ്ങളാണ്. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നെയും കൂട്ടിയിട്ട് മലക്ക് കൊണ്ടുപോയി. അതേ, ഞാനിങ്ങനെ എനിക്കിങ്ങനെ കാണിച്ചു തന്നതാണ് ഉറക്കില്. എന്താ, ഞാനൊരു സ്ഥലത്തെങ്ങ് ചെന്ന് നോക്കുമ്പോ ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ ഒരു കൂട്ടര് സുബ്ഹാനല്ലാഹ് വീർത്ത് കിടക്കുന്നു, വല്ലാതെ നാർന്ന്, ഭയങ്കര നാറ്റം. കക്കൂസിന്റെ ടാങ്കി അത് പെട്ടെന്നതിന്റെ അതാ മൂടി എന്ന് പൊക്കിയപ്പോ നാറ്റം, വല്ലാത്ത നാറ്റം. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വല്ലാത്ത നാറ്റം. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻഹാഉലായി, ആരാണിത്? അലഹാഉലായി സനൂന വസ്സബാനി. ആ നിലക്കവിടെ കിടന്നിട്ട് നാറുന്ന ജനങ്ങൾ. ഓ നബിയേ, വ്യഭിചാരക്കുറ്റം ചെയ്ത സ്ത്രീകളും പുരുഷന്മാരുമാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഓ സഹോദരന്മാരെ, ഗൗരവമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ഒരു വഴിയിലേക്കും ചാടിപ്പോകണ്ട. വ്യഭിചാരം മാത്രമല്ല തെറ്റി. സുബ്ഹാനല്ലാഹ്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അറാഫ് സൂറത്തിൽ നിങ്ങൾക്ക് കാണാം. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എന്തിനായിരുന്നു? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അറാഫ് സൂറത്തിന്റെ 80-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് കാണാം. അതാ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. ഇന്നക്കും ലതൗതൂന റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസായി ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. പുരുഷന്മാരെ വികാര ശമനത്തിന് വേണ്ടി ഉപയോഗിച്ചു, സ്ത്രീകളെയല്ല. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ വല്ലാത്ത അതിരി വിട്ടുകിടന്ന ജനങ്ങൾ തന്നെ. വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അപ്പൊ ലൂത്ത് നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് വയലു പറഞ്ഞു കൊടുക്കുമ്പോ അതാ പുരുഷന്മാരെ വികാരശമനത്തിന് ഉപയോഗിക്കുന്ന, ആൺകുട്ടികളെ ഉപയോഗിക്കുന്ന ആ ജനങ്ങളെ മറുപടി, ഈ ലൂത്തിനെയും ജനങ്ങളെയും നമ്മൾ നാട്ടിൽ നിന്ന് പുറത്താക്കുക. അവര് വലിയ ശുദ്ധന്മാരായ വലിയ ശുദ്ധന്മാരായ ജനങ്ങളാണ്, നമ്മളെ കൂടെ അവര് വേണ്ട.
നല്ലത് പറയുന്നവനെ എറിഞ്ഞോടിക്കണമെന്നാണ് സിദ്ധാന്തം. നല്ലത് പറയുന്നവനെ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന സിദ്ധാന്തം. ഈ സിദ്ധാന്തം പ്രഖ്യാപിച്ചപ്പോ അള്ള പറയുന്നു ഫഅൻജയ്നാഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മഹാനവറുകളുമായി ബന്ധമുള്ളവരെയും നമ്മൾ രക്ഷപ്പെടുത്തി നബിയേ. പക്ഷേ ലൂത്ത് നബിയുടെ ഒരു ഭാര്യ, അവള് തമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കുന്ന ഭാര്യയായിരുന്നു. അവളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. വഅംതറനാ അലൈഹിം മതറൻ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. അവരെ മേലെ നമ്മളതാ ചുടുകട്ട കൊണ്ടുള്ള മഴ പെയ്യിപ്പിച്ചില്ലേ. അതിന്റെ പുറമെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ അവര് താമസിക്കുന്ന നാട്ടിൽ നിന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ നാട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്ത് നേരെ കവിഴ്ത്തി വെച്ചില്ലേ. അതാ പുരുഷന്മാരുമായി വികാരശമനത്തിന് ബന്ധപ്പെട്ടതല്ലേ. അതുകൊണ്ട് തന്നെ വികാരശമനത്തിന് അല്ലാഹു വെച്ച വഴിയല്ലാത്ത മറ്റൊരു വഴിയും സ്വീകരിക്കാൻ പാടില്ലെന്ന ബോധം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ആ സഹോദരന്മാരെ നബിസ്മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച വിഷയം ലാ തുജാലിസു ഔലാദൽ അഗ്നിയായി ഫഇന്നഹും സുവറൻ കസുവരിൻ നിസായി. നല്ല പണക്കാര മക്കളുണ്ടല്ലോ, പണക്കാരുടെ മക്കൾ നല്ല കൊഴുപ്പുണ്ടാകും, ചിലപ്പോ നല്ല ഡ്രസ്സും ധരിച്ചിട്ടുണ്ടാകും. അത്തരം മക്കളെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങളും അവരും കൂടിയിരിക്കാൻ പാടില്ല. ഫൈനലഹും സുവറൻ കസുവരിൻ നിസായി. സ്ത്രീകളുടെ രൂപം പോലെ ഒരു രൂപമുണ്ടവർക്ക്. നിങ്ങൾ തെറ്റിലേക്ക് വഴുതി പോകാൻ കാരണമാകുമെന്നാണ് പഠിപ്പിച്ചതിനർത്ഥം. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ വികാരശമനത്തിന് ഉപയോഗപ്പെടുത്തുന്നതും കടുത്ത ഹറാമ് തന്നെ. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, അതാ മഹാന്മാരായ പണ്ഡിതന്മാർ എത്രയാണ് അതിനെ സംബന്ധിച്ച് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത്, എത്രയാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കാൻ സമയം പോരാ. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യാത്രയിൽ ഇങ്ങനെ പോകുകയാണ്. പോകുന്ന സമയത്ത് കാണുന്നു ഒരു തീ. തീ കാണുന്നത് എങ്ങനെ? ഒരു പുരുഷന്റെ മേലാളി കത്തുന്ന തീ. ബഹുമാനപ്പെട്ടവരതാ ഒരൽപ്പം വെള്ളമെടുത്തിട്ടങ്ങ് കുടഞ്ഞു. അപ്പോഴതാ ആ തീ ഒരു കുട്ടിയായി മാറുന്നു. അല്ലാ, കുട്ടിയായി മാറുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു. അതേ, പെട്ടെന്ന് തന്നെ അതാ അവിടുന്ന് ബഹുമാനപ്പെട്ടവര് ഈ അത്ഭുതത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. യാ റബ്ബി റുദ്ദഹുമാ ഇലാ ഹാലിഹിമാ. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനെ തീയതാകും വന്ന് പാളിക്കത്തുന്നു. അവിടത്തേക്ക് വെള്ളം കൊടയുമ്പോ തീ മനുഷ്യനാകുന്നു. പക്ഷേ നേരത്തെയുള്ള മനുഷ്യൻ തീയായി മാറുകയാണ്. അപ്പൊ ആ കുട്ടിയെ പൊള്ളിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, അല്ലാ, ഇവരവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നീയൊന്നവരൊന്ന് അതാ അവരെ യഥാർത്ഥ അവസ്ഥയിലേക്കൊന്ന് മാറ്റിത്തരൂ, ഞാനൊന്നവരോട് ചോദിക്കട്ടെ. അല്ലാഹ് ഹയാത്താക്കി കൊടുത്തു. അതാ ഒരു കുട്ടിയും ഒരു ചെറുപ്പക്കാരനും ഒരു യുവാവും. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താ നിങ്ങളെ കഥ? അവര് പറയുന്നു, യാ റൂഹല്ലാഹ്, ഓ റൂഹുല്ലാഹി ഈസാ, ഞാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, ഞാൻ ആരോഗ്യമുള്ള പുരുഷൻ, ഈ താടിയും മീശയും മുളക്കാത്ത ഈ കുട്ടിയെ ഞാൻ പ്രേമിച്ചുപോയി. അങ്ങനെ ആ കുട്ടിയുമായി ഞാൻ ബന്ധം പുലർത്തുന്ന ചുറ്റുപാടുണ്ടായി. ഞാൻ ഈ കുട്ടിയെ പ്രേമിച്ചുകൊണ്ട് എനിക്കൊരു പരീക്ഷണമുണ്ടായി. എനിക്കതിന്റെ പേരിൽ ശഹ്വത്തുണ്ടായി. ഞാൻ തെറ്റ് ചെയ്തു പോയി. മരിച്ചപ്പോൾ ഈ കുട്ടിയും മരിച്ചപ്പോ കുട്ടിയെ തീയാക്കിയിട്ടുള്ള എന്നെ ശിക്ഷിക്കുകയാണ്. എന്നെ തീയാക്കിയിട്ട് കുട്ടിയെ ശിക്ഷിക്കുകയാണ്. ഗൗരവമുള്ളതല്ലേ സഹോദരന്മാരെ? തെറ്റുകളിലേക്ക് വഴുതി പോകണ്ട. പണ്ഡിതന്മാര് പ്രത്യേകം പറയുകയാണ്, അതാ അത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നവർക്ക് ഇൽമിൽ ബറക്കത്തുണ്ടാകൂല. ഇൽമ് പഠിച്ചത് മറന്നുപോകും, ഇൽമിൽ ബറക്കത്തുണ്ടാകൂല. അതേ, എത്ര സംഭവങ്ങളാണ്. അതാ അബ്ദുല്ലാഹി ഇബ്നുൽ ജലാൽ എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നസ്രാനിയായ കുട്ടിയുടെ മുഖത്തൊന്നങ്ങ് നോക്കിപ്പോയി. നസ്രാനിയാണ് കുട്ടി, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ഞാൻ ഒന്നങ്ങ് നോക്കിയപ്പോൾ എന്നോട് എന്റെ അതാ അബ്ദുല്ലാഹി ബൽഖി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ അത് കണ്ടു. എന്നോട് പറഞ്ഞു, എടോ, എന്ത് പണിയാണിത്? നീ ഇങ്ങനെ എന്താണ് ഒരു താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടിയെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നതിന്റെ? അപ്പൊ ഞാൻ പറഞ്ഞു, ചില ആളുകളുണ്ടല്ലോ, എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞെങ്കിൽ രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിക്കുന്നവര്.
മൂപ്പരെന്ത് പറഞ്ഞു? മൂപ്പര് പറയാ, സ്വന്തം തന്നെ പറയാ, ഞാൻ അപ്പൊ എന്ത് ചെയ്തു? മൂപ്പരോട് പറഞ്ഞു, നല്ല ഭംഗിയുള്ള ഈ നസ്രാനി കുട്ടിനെ കണ്ടപ്പോ ഞാൻ നോക്കിയത് ഇവൻ നരകത്ത് കടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, ഇവൻ നരകത്ത് കടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എന്നങ്ങ് പറഞ്ഞു. അപ്പോഴാ മഹാൻ എന്ത് ചെയ്തു? എന്റെ ചുമലിന് തട്ടിയിട്ട് പറഞ്ഞില്ല, തജിതന്ന ഹിബ്ബഹാവലൂബദഹീൻ, കാലം കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും കേട്ടോ. സുബ്ഹാനല്ലാഹ്, 40 കൊല്ലം കഴിഞ്ഞു. 40 കൊല്ലത്തോളം ഞാൻ കുറെ വലിയ പണ്ഡിതരൊക്കെ ആയി ജീവിച്ചുവെങ്കിലും 40 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ പഠിച്ച ഖുർആൻ മറക്കപ്പെട്ടുപോയി. സഹോദരന്മാരെ, ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഏത് സംഗതിയുടെയും ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും തെറ്റുകൾ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഓരോ സംഗതികളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. തെറ്റിദ്ധാരണയുടെ വഴികൾ ആരെയും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണം, തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണം. നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സംസാരിക്കുന്നു. രണ്ടാളുകൾ അതിലെ നടന്നു പോകുന്നു. ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂല് എന്നെ കണ്ടപ്പോ അവര് ഇപ്പൊ സ്പീഡ് കൂട്ടിയൊക്കെ നടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണല്ലോ. അവർക്കൊരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സഹാബത്ത് തെറ്റിദ്ധരിക്കൂല. പക്ഷേ അവര് അവിടുന്ന് നേരെ അതാ തിരിഞ്ഞു നോക്കാതെ വളരെ സ്പീഡിൽ അങ്ങ് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാരിസിരിക്കുമ്പോ അങ്ങനെ പോകല്ല, അങ്ങനെ പോകല്ല, അത്ര സ്പീഡ് പോകണ്ട, അങ്ങനെ സാധാരണ പോലെ പോയാ മതി, ഇങ്ങോട്ട് വാ, ഇതെന്റെ ഭാര്യയാണ് കേട്ടോ, ഇതെന്റെ ഭാര്യയാണ് കേട്ടോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിന്? അത് പറഞ്ഞതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉനൈന റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അതേ മോനെ ഇമാം ഷാഫിഈ, നിങ്ങൾ വല്ലാതെ ഹദീസിന് വ്യാഖ്യാനം പറയുന്ന ആളല്ലേ, വലിയ നിയമങ്ങൾ കണ്ടുപിടിക്കുന്ന ചെറുപ്പക്കാരനല്ലേ? സ്വന്തം ഉസ്താദ് ചോദിക്കുകയാണ് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട്, ഓ ഇമാം ഷാഫിഈ, എന്താണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം? ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദേ, അതിന്റെ വ്യാഖ്യാനം ആ സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചിട്ടില്ല. അതെന്താ കാരണം? തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത് ഇതെന്റെ ഭാര്യയാണ് എന്നല്ല, പിന്നെ നിങ്ങൾ രണ്ടാളും ഷഹാദത്തിൽ മുസ്ലിം ആണോന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ചാൽ പിന്നെ മുസ്ലിം ആവോ? ഇസ്ലാം എന്ന് പുറത്തുപോലെ. അതുകൊണ്ട് ഷഹാദത്തിൽ മേലോടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നിങ്ങൾ മുസ്ലിം ആണോ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തെറ്റിദ്ധരിച്ചില്ല എന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത്? ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെ പഠിപ്പിക്കാനാണ്. ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വകുപ്പുകൾ തന്നെ ഉണ്ടാക്കരുത്, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വകുപ്പുകൾ തന്നെ ഉണ്ടാക്കരുത്. സ്വന്തം ഭാര്യയോടും പെങ്ങളോടും തന്നെയാണെങ്കിൽ റോട്ടിന്റെ വാർഷങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോകും. ഇതുപോലെ സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ അബൂ യഅ്ഖൂബ് തബരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ അടുക്കൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ആ കുട്ടി എനിക്ക് ഖിദ്മത്തെടുക്കാറുണ്ട്. ബഗ്ദാദിൽ വെച്ചൊരു മനുഷ്യൻ അവിടെ വന്നു. അയാൾ വന്നപ്പോൾ അയാള് ഒരു സൂഫി വേഷത്തിൽ തരീഖത്തിന്റെ ആളാണെന്ന് എനിക്ക് പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ എനിക്ക് ഖിദ്മത്തെടുക്കുന്ന ആ ചെറുപ്പക്കാരനായ കുട്ടിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് വല്ലാതെ നോക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് എന്റെ മനസ്സിനൽപ്പം പ്രയാസമായി. എനിക്ക് ഖിദ്മത്തെടുക്കുന്ന ഈ കുട്ടിയെ ഞാൻ നോക്കാറില്ല, ആ കുട്ടിക്ക് ഞാൻ ഇൽമു പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ ആ കുട്ടിയുടെ മുഖം നോക്കി രസിക്കാറില്ല, പക്ഷെ ഇയാൾ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അതിനുകൊണ്ട് എന്റെ മനസ്സിനൽപ്പം പ്രയാസമായി. ഞാനൊരു രാത്രി കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്ന് എനിക്ക് മനാമിൽ പ്രത്യേകം വിവരം കിട്ടി. എന്റെ ബഗ്ദാദിൽ നിന്ന് വന്ന ആ സൂഫിയാണെന്ന നിലക്ക് വന്ന വ്യക്തി ആ ചെറുപ്പക്കാരനായ കുട്ടിയുടെ മുഖത്ത് നോക്കിയിരുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിരോധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു എനിക്ക് വിവരം തരികയാണ്. ഓ ഫവഇസ്സതി ഇന്നി ലാ ഉസ്ഖിലു ബിൽ ഹദാതി ഇല്ലാ മൻ ബഅതുഹു അൻ ഖുർബി. പ്രായം കുറഞ്ഞ ഭംഗിയുള്ള ആൺകുട്ടികളുമായി ആര് ഇടപഴകുന്നുണ്ടോ അവരെ എന്നെയുമായി അടുക്കാൻ ഞാൻ വിടൂല. ഞാൻ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ദൗർഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്നെ കൊള്ള അടുക്കുന്നതിൽ ദൂരത്തായവനാണ് കേട്ടോ. അബൂ യഅ്ഖൂബ് തബരി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞാൻ ഉറക്കു തെളിഞ്ഞപ്പോ ഞാൻ ചെന്നിട്ട് ആ ബഗ്ദാദിൽ വന്ന സൂഫി അയാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതാ നിങ്ങൾ ആ
ഭംഗിയുള്ള ആൺകുട്ടിയുടെ മുഖത്തേക്ക് തുറിച്ചിങ്ങനെ നോക്കിയില്ലേ? അപ്പൊ തന്നെ എന്റെ മനസ്സിനത് പിടിച്ചിട്ടില്ല. എന്നാൽ ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ സ്വപ്നത്തിൽ എനിക്ക് നിങ്ങളത് വിരോധിക്കാത്തതുകൊണ്ട് അള്ളാഹ് എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞപ്പോ ആ മനുഷ്യ അതേ അദ്ദേഹത്തോട് വിവരമങ്ങ് പറഞ്ഞതോടുകൂടി അദ്ദേഹം ഒരൊറ്റ ശബ്ദമങ്ങ് ശബ്ദിച്ച് മനസ്സിൽ വല്ലാത്ത ഖേദം വന്നുപോയി. ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി വലിയ തെറ്റായി പോയല്ലോ, പടച്ചവരിൽ നിന്ന് എന്നെ അകറ്റുന്ന സംഗതിയാണെന്നല്ലേ അള്ളാഹു അറിയിച്ചത്, വലിയ തെറ്റായി പോയല്ലോ എന്ന നിലക്ക് അദ്ദേഹം അതാ മനസ്സിന്റെ ഉള്ളിലുള്ള തൗബ കൊണ്ട് ഒറ്റ നിലവിളി അങ്ങ് നിലവിളിച്ചു പോയി. അവിടെ തന്നെ വീണങ്ങ് മരിച്ചും പോയി. ഞങ്ങൾ അദ്ദേഹത്തെ എടുത്ത് കുളിപ്പിച്ച് മറവ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. 1 മാസത്തോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളെ കഥ എന്താണ്? അതാ അദ്ദേഹത്തിന്റെ മറുപടി, അള്ളാന്റെ മുന്നിൽ എന്നെ എത്തിച്ചതിന് ശേഷം എന്നെ വല്ലാതെ ഒന്ന് കൊടഞ്ഞ് ആക്ഷേപിച്ചു. പിന്നെ ഞാൻ അവസാനം തൗബ ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് എന്റെ തൗബയുടെ കാഠിന്യത്താലല്ലേ ഞാൻ അട്ടഹസിച്ച് മരിച്ചു പോയത്. അതുകൊണ്ട് അവസാനം അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തി. വളരെ ഗൗരവമുണ്ടേ സഹോദരന്മാരെ, തെറ്റുകളിലേക്കൊന്നും ചാടിപ്പോകണ്ട. ചുരുങ്ങിയ കാലമാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കാറുള്ളത്. ജീവിതം കൃത്യമായി ക്രോഡീകരിച്ച് ക്രമീകരിച്ച് അള്ളാഹു എന്റെ രഹസ്യം അറിയുന്നു, അള്ളാഹ് എന്റെ പരസ്യം അറിയുന്നു, അവന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ ചിന്തയിൽ ജീവിക്കണം കേട്ടോ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇനി ഞാൻ പ്രത്യേകമായി പറഞ്ഞത് സഹോദരന്മാർക്ക് ഓർമ്മയില്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ വ്യഭിചാരത്തെ സംബന്ധിച്ചും മറ്റുള്ള മനുഷ്യന്മാരെ കൊല നടത്തുന്നതിനെ സംബന്ധിച്ചും അതുപോലെ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുന്നതിനെ കുറിച്ചും ഈ 3 വലിയ തെറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞല്ലോ അവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്തവർക്ക് അല്ലാഹ് ശിക്ഷ കൊടുക്കുന്നില്ല, അവർക്ക് നല്ലത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കുകയാണ്. അവരെ തെറ്റുകൾ അല്ലാഹു തആല നന്മയാക്കുകയാണ്. അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. എന്നിട്ടല്ല വീണ്ടും പറഞ്ഞില്ല, തൗബ ചെയ്യുന്നവർക്ക്, അതേ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹയിലേക്ക് മടങ്ങുന്നവരെ അല്ലാഹ് സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ടോ സഹോദരിമാരെ, സഹോദരന്മാരെ, ജീവിതത്തിൽ തെറ്റുകൾ എപ്പോഴെങ്കിലും വന്നുപോയെങ്കിൽ മനസ്സൊന്ന് റബ്ബിലേക്ക് തിരിക്കൂ. റബ്ബിലേക്ക് മനസ്സ് തിരിച്ചവരെ അല്ലാഹു തആല ആട്ടി ഓടിക്കുന്ന രാജാവല്ല, സ്വീകരിക്കുന്ന രാജാവാണ്, തൗബ സ്വീകരിക്കുന്ന രാജാവാണ്. ആ രാജാവിലേക്ക് മനസ്സ് ഖേദിച്ചുകൊണ്ട് മടങ്ങിയാൽ അല്ലാഹു തആല വലിയ സ്ഥാനം നൽകും കേട്ടോ, അല്ലാഹ് രക്ഷപ്പെടുത്തും കേട്ടോ. ഒരു ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുത്തൊരു സഹാബിയായിരുന്നു സഅലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ. ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നു. ദൂരെ നിൽക്കുന്ന ഒരു മജ്‌ലിസിലേക്ക് വന്നു. നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്തൊന്ന് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. സഅലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്തെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു പോകുന്ന സമയത്ത് അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണ് കുളിക്കുന്നുണ്ടായിരുന്നു. ആ കുളിക്കുന്ന പെണ്ണിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ സഅലബത്തിനോടൊന്നങ്ങ് നോക്കിപ്പോയി. വീണ്ടും ഒന്ന് കുളിക്കുന്ന പെണ്ണിനെ നോക്കിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ തന്നെ മനസ്സിൽ തൗബ വന്നു, മനസ്സിൽ അങ്ങേയറ്റത്തെ തൗബ വന്നു. ബഹുമാനപ്പെട്ട സഅലബത്ത് റളിയല്ലാഹു അൻഹു മനസ്സിൽ തൗബ വന്നു. ബഹുമാനപ്പെട്ടവരെ മനസ്സിലുള്ള ചിന്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങിയിട്ട് ഞാൻ ആ അന്യ പെണ്ണിനെ കുളിക്കുമ്പോ നോക്കിയത് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞാലോ? സുബ്ഹാനല്ലാഹ്. ഞാനൊരു തെറ്റ് ചെയ്തു പോയെങ്കിൽ തന്നെ അത് പള്ളിയിലെ ഉസ്താദ് അറിയരുത്, ആലിമീങ്ങൾ അറിയരുത്, തങ്ങന്മാരറിയരുത്, നേതാക്കൾ അറിയരുത്.
എന്ന് ചിന്തിക്കുന്നില്ലേ? അതും ഒരു ഈമാനിന്റെ ഭാഗമാണ്. എന്ത് തെറ്റിയാലും ആരറിഞ്ഞാലും തിരക്കേടില്ല, അത് ഈമാനില്ലാത്തതിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ ആ പെണ്ണിനെ നോക്കിയത് വഹി മുഖേന അറിഞ്ഞാലോ? മഹാനവരുടെ മനസ്സ് പേടിച്ച് വിറച്ചു. മദീനയിൽ നിന്നാണം കൊണ്ട് ബഹുമാനപ്പെട്ടവർ മക്ക മദീനയുടെ ഇടയ്ക്കുള്ള ഒരു പർവ്വതത്തിന്റെ ഇടയ്ക്ക് കുറച്ച ഓട്ടമാണ്, ഖേദിച്ചുകൊണ്ടുള്ള ഓട്ടമാണ്. അവിടെ ആരും ചെല്ലാത്ത പർവ്വതത്തിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ടവരങ്ങ് ചെന്നു. സുബ്ഹാനല്ലാഹ്, 40 ദിവസത്തോളം നാട്ടിലേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ കൂടി. മഹാനായ സഅലബത്തിന്റെ നാട്ടിൽ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് സലാം പറയുന്നുണ്ട് അല്ലാഹു തആല. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ ഓടിപ്പോയിട്ട് പർവ്വതത്തിന്റെ ഇടയ്ക്ക് യഊദു ബി മിന്നാരി, എന്റെ നരകത്തിൽ നിന്ന് കാവലും ചോദിച്ച്, അതാ ഖേദിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ നരകത്തിൽ നിന്ന് കാവലും ചോദിച്ച് അതാ പർവ്വതത്തിന്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നൊരാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, പറഞ്ഞു, നിങ്ങൾ പോയി ആ പർവ്വതത്തിന്റെ ഇടയ്ക്ക് നിന്ന് സഅലബത്തിനെ പിടിച്ചു കൊണ്ടുവരണേ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അവരതാ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ ദുഫാഫത്ത് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ പർവ്വതത്തിന്റെ ഇടയ്ക്കും ആട്ടിനെ മേക്കുന്ന പതിവുള്ള ആളാണ്. ദുഫാഫത്തിനോട് ചോദിച്ചു, ദുഫാഫത്തെ, ഒരു ചെറുപ്പക്കാരനെ കണ്ടിരുന്നോ നീ? ദുഫാഫത്ത് പറഞ്ഞു, ജഹന്നമിൽ നിന്ന് ഓടിപ്പോയ ചെറുപ്പക്കാരനാണോ? ജഹന്നമിൽ നിന്ന്, നരകത്തുനിന്ന് ഓടിപ്പായണമെന്ന നിലക്ക് ഓടിപ്പാഞ്ഞ ചെറുപ്പക്കാരനാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, അതേ, ജഹന്നമിൽ നിന്ന് ഓടിയവൻ എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതേ ദുഫാഫത്തിന്റെ മറുപടി, രാത്രി പാതിരയായാൽ അദ്ദേഹം താഴ്വരയിലേക്ക് ഇറങ്ങി വരും, എന്നിട്ട് തലയങ്ങ് കയ്യിന്റെ മേലെ വെക്കും, എന്നിട്ട് അയാൾ ഉറക്കെ കരഞ്ഞങ്ങ് വിളിക്കും, യാ ലൈതക ഖബൽത റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദി വലാ തുജദ്ദിദ്നി ലി ഫസ്ലിൽ ഖളാഇ. അല്ലാഹുവേ, എന്റെ റൂഹ് നീ അങ്ങ് പിടിച്ചെങ്കിൽ, എന്നെ നീ അങ്ങ് മരിപ്പിച്ചെങ്കിൽ, റബ്ബേ, ജനങ്ങളെ മുഴുവനും വിചാരണ ചെയ്യുന്ന ദിവസം എന്നെ ആ വിചാരണയ്ക്ക് നീ ഹാജരാക്കാതെ എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തിയെങ്കിൽ, എന്നിങ്ങനെ പാതിരക്ക് തലയിൽ കയ്യും വെച്ച് റബ്ബിനോട് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പർവ്വതത്തിന്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അദ്ദേഹമാണോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹം തന്നെ. സുബ്ഹാനല്ലാഹ്, രണ്ടാളെയും കൂട്ടി ദുഫാഫത്തങ്ങൾ പോയി. ഒരു രാത്രി അങ്ങോട്ട് ചെന്നു. അതാ അദ്ദേഹം വിളിച്ചു പറയുന്നത് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചാടി അങ്ങ് വീണു. ആ ചെറുപ്പക്കാരനെ ഇങ്ങ് പിടിച്ചു. ശബ്ദം കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ അല്ലമാൻ അല്ലമാൻ മത്തൽ ഖലാസു മിനന്നാർ, ആ സഹാബിയായ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നു, അല്ലമാൻ അൽ അമാൻ, രക്ഷ രക്ഷ രക്ഷ, നരകത്തിൽ നിന്ന് രക്ഷയപ്പോൾ, നരകത്തിൽ നിന്ന് രക്ഷയപ്പോൾ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. അദ്ദേഹം അതാ അല്ലാഹുവിൽ ലയിച്ചു കിടക്കുന്ന സമയമാണ്, അതേ തൗബയിൽ ലയിച്ച സമയമാണ്. അപ്പൊ തന്നെ സഅലബത്തിന്റെ ചോദ്യം, അലിമ റസൂലുള്ളാഹി ബിദംബി, എന്റെ ദോഷത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞുപോയോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി, ലാ ഇൽമ ലി, എനിക്കതറിയില്ല. ലാ അന്നഹു ദക്കറക ബിൽനംസി അയ്യൻ അർസലനി ഇലൈക, നിന്നെ പറ്റി നല്ലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നെ നിന്നിലേക്ക് പറഞ്ഞയച്ചതാണ് കൂട്ടിക്കൊണ്ടുവരാൻ. നബി തങ്ങൾ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊന്നും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരന്റെ മറുപടി, എന്നാ ഞാൻ നിങ്ങളെ കൂടെ വരാം, പക്ഷേ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോ അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്തെ അങ്ങോട്ട് എന്നെ കടത്തി കൊണ്ടുപോകാവൂ, അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഖദ് ഖാമത്തിസ് സലാത്ത് എന്ന് പറഞ്ഞതിന്റെ ശേഷം മാത്രമേ എന്നെ നിങ്ങൾ അങ്ങോട്ട് കടത്താവൂ. ചെല്ലുമ്പോൾ എനിക്ക് ആ മുഖം കാണാൻ പറ്റില്ല, ഞാൻ തെറ്റ് ചെയ്തു പോയി. തൗബ മനസ്സിന്റെ ഉള്ളിൽ ശരിക്കങ്ങ് കടന്നാൽ അങ്ങനെയല്ലേ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ ചെയ്തോളാം.
ആ ചെറുപ്പക്കാരനെയും കൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വരികയാണ്. അതാ പള്ളിയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ അതാ അവിടെ തന്നെ സഅലബത്ത് ബോധം കെട്ടങ്ങ് വീണു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തുടർന്ന് നിസ്കരിച്ചു. അതേ ബഹുമാനപ്പെട്ടവർ ബോധം കെട്ട് കിടക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഉമറേ, സൽമാനെ, സഅലബത്ത് എവിടെ? ഹുവദാ യാ റസൂലല്ലാഹ്, ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ അതാ ബോധം കെട്ട് കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്തേക്ക് ചെന്നു, അനക്കി നോക്കി, ഉണർത്തി നോക്കി. എന്നിട്ടതാ പറയുന്നു, മല്ലദീ ഗയ്യബക അന്നീ, സഅലബത്തേ, നീ എന്തേ എന്നിൽ നിന്ന് പോയി കളഞ്ഞത്? ഉടനെ തന്നെ സഅലബത്ത് പറയുന്നു, ആ കിടക്കുന്ന സ്ഥലത്ത് പറഞ്ഞു, നബി, എന്റെ കുറ്റം നബിയേ, എന്റെ തെറ്റ് നബിയേ. സഹോദരാ, തൗബ ഖൽബിന്റെ ഉള്ളിൽ ശരിക്കങ്ങ് കടന്നതല്ലേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുകയാണ്, അലാ ഉഅല്ലിമുക ആയതൻ തംഹു ദുനൂബ വൽ ഖതായ, എല്ലാ തെറ്റും മായ്ച്ചു കളയുന്ന ഒരു ആയത്തിലേക്ക് ഞാനങ്ങ് പഠിപ്പിച്ചു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, എന്നല്ലേ കേൾക്കേണ്ടത്? എന്നാൽ ഖുൽ അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിലും എനിക്ക് നല്ലത് തരണം അല്ലാഹ്, ആഖിറത്തിലും നല്ലത് തരണം അല്ലാഹ്, നരക ശിക്ഷ എനിക്ക് കാക്കണം അല്ലാഹ്. നീ ദുആ അങ്ങ് നടത്തിക്കോ, അല്ലാഹ് സ്വീകരിക്കൂ. സഅലബത്തിന്റെ മറുപടി, ഇന്ന ദംബി അഅ്ളമു മിൻ ദാലിക, എന്റെ തെറ്റ് അതിനെക്കാളും വലുതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ബൽ കലാമുല്ലാഹി അഅ്ളമു, അല്ല സഅലബത്തെ, അല്ലാഹുവിന്റെ കലാം അതിനെക്കാളും വലുതാണ്. അല്ലാഹയല്ലേ പറഞ്ഞത് തൗബ ചെയ്താ സ്വീകരിക്കുന്നു, അല്ലാഹയല്ലേ പറഞ്ഞത് തെറ്റ് ചെയ്തവൻ അല്ലാഹുവിലേക്ക് പറഞ്ഞാ സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ കലാമല്ലേ നിന്റെ തെറ്റിനെക്കാളും വലുത്, അല്ലാഹുവിന്റെ കലാമല്ലേ സഅലബത്തെ. നീ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോ, നീ ഇനി വിഷമിക്കണ്ട. ബഹുമാനപ്പെട്ട സഅലബത്തിനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. ബഹുമാനപ്പെട്ട സഅലബത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. 3 ദിവസം ബഹുമാനപ്പെട്ടവർ അതാ വീട്ടിൽ കിടന്നു. പക്ഷേ സുഖമില്ല, ശരീരത്തിന് സുഖമില്ല. അതേ സൽമാൻ റളിയല്ലാഹു അൻഹു ചെന്നു നോക്കി, സഅലബത്ത് രോഗിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ഖുദൂ, നബി തങ്ങളോട് വിവരം പറഞ്ഞു, സുഖമില്ലാതെ കിടക്കുകയാണ് സഅലബത്ത്. നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് ചെന്നു നോക്കാം. അവിടെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വല്ലാത്ത തൗബ ചെയ്ത ചെറുപ്പക്കാരനല്ലേ, വല്ലാതെ മനസ്സുകൊണ്ട് കഴിച്ച മഹാനല്ലേ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിങ്ങ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, മടിയിലേക്ക് തലയങ്ങ് വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ തലയങ്ങ് വെച്ചപ്പോ സഅലബത്ത് മെല്ലെ തല വലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിയിൽ നിന്ന് തല വലിക്കുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, എന്റെ മടിയിൽ നിന്ന് എന്തിനാ സഅലബത്തെ നീ തല വലിക്കുന്നത്? ലിഅന്നഹു ബൽആനും മിനദ്ദുനൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി, എന്റെ തല, തെറ്റ് ചെയ്തു പോയ തല തങ്ങളെ മടിയിൽ വെക്കാൻ പറ്റൂല നബിയേ. സഅലബത്തിന്റെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, എന്താ നീ അനുഭവിക്കുന്നത്? പറഞ്ഞു, അജിദു മിസ്ല നബീബിൻ നംലി ബൈന ജിൽതി വ അളമി, എന്റെ തോലിന്റെയും എന്റെ എല്ലിന്റെയും ഇടയിൽ ഇരുമ്പിരിയും പോലെ തോന്നുന്നു. നബി തങ്ങളെ ചോദ്യം, ഫമാ തസ്തഹി, നീ എന്താണ് ആശിക്കുന്നത് സഅലബത്തേ? അതേ ബഹുമാനപ്പെട്ടവരെ മറുപടി, മഗ്ഫിറത റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരല്ല ഞാൻ ആശിക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅലബത്തേ, നിനക്കല്ല പുറത്ത് കഴിഞ്ഞു, നിന്റെ ദോഷമുള്ള പുറത്ത് കഴിഞ്ഞു. ഒരൊറ്റ ശബ്ദമാണ്, അവിടെ തന്നെ വീണങ്ങ് മരണപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിച്ചു കഫൻ ചെയ്തു. അവിടുന്ന് തന്നെ മയ്യിത്ത് നിസ്കരിച്ച്, അവിടുന്ന് തന്നെ അതാ മയ്യിത്ത് കൊണ്ടുപോകുന്നതിലും അവിടുന്ന് തന്നെ പങ്കെടുത്ത്, അതാ അവിടുന്ന് കാലിന്റെ വിരലിന്റെ മേലെ കുത്തി ഇങ്ങനെ നടക്കുന്നു. സഹാബത്ത് ചോദിക്കുന്നു, എന്താ നബിയെ തംസിയലാ തുറാഫി അനാമിലിക, കൈകാലിന്റെ വിരലുമ കുത്തി നടക്കുന്നത് എന്തേ നബിയെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലം അസ്തതി അൻ അളാരിജിലയ്യ അലൽ അർളി മിൻ കസ്റതി മൻ ശയ്യാഹു മിനൽ മലായിക. വല്ലാത്ത തൗബ ചെയ്ത മഹാൻ, അദ്ദേഹത്തിന്റെ മയ്യിത്ത് പരിപാലനത്തിന് വന്ന മലക്കുകളുടെ വർദ്ധനവ് കൊണ്ട് കാല് നിലത്ത് കുത്താൻ സ്ഥലമില്ല. അല്ലാഹ് റഹ്മാനല്ലേ, അല്ലാഹ് റഹീമല്ലേ, അല്ലാഹ് ഗഫൂറല്ലേ, അല്ലാഹ് കരീമല്ലേ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു പോയ ചെറുപ്പക്കാരാ,
തെറ്റ് ചെയ്തു പോയ സഹോദരിമാരെ, തെറ്റ് ചെയ്തു പോയ ഉമ്മമാരെ, തെറ്റ് ചെയ്തു പോയ സഹോദരന്മാരെ, ആശപറിയെല്ലാം അള്ള ദോഷം വെറുക്കും. പക്ഷേ മനസ്സുകൊണ്ട് ഖേദിച്ചു മടങ്ങണം. പക്ഷെ അത് പിന്നെയാകാമെന്ന് വെക്കല്ല. കാരണം പിന്നേക്ക് വെക്കാൻ പിന്നെ എത്ര ദിവസം ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല, എത്ര മണിക്കൂർ എന്നതിന് ഗ്യാരണ്ടിയില്ല, എത്ര മിനിറ്റ് എന്നതിന് ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് തന്നെ നാം തൗബ ചെയ്ത് മടങ്ങണം, മനസ്സുകൊണ്ട് ഖേദിക്കണം, ഇനിമേലിൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഉറപ്പിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് ഖേദിച്ചു പറയണം. അപ്പോൾ അള്ളാഹ് സ്വീകരിക്കും. ആളുകൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വീട്ടിയേക്കണം, ഇല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചേക്കണം. ഖളായി പോയ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഖളായി വിട്ടാൻ തുടങ്ങിയേക്കണം, ചെയ്യുന്ന തെറ്റങ്ങൾ നിർത്തിയേക്കണം. എന്നിട്ട് മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം വേണം. ഞാൻ തൗബ ചെയ്തു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ പോരാ, അത് ചൊല്ലണ്ടെന്നല്ല. അതേസമയത്ത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരണം തൗബ. ഉത്ലുബ് മതാബൻ ബിന്നദമതി മുഖ്ലിആ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ലാദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. 4 നിബന്ധന. മനസ്സിന്റെ ഉള്ളിൽ ഖേദം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നിർത്തൽ, അതേ ഹത്തുകൾ കൊടുത്തു വീട്ടാൻ വേണ്ടി തുടങ്ങി ശ്രമിച്ച് കൊടുത്തു വീട്ടൽ, അതിന്റെ പുറമെ ഇനിമേലെ ചെയ്യില്ലെന്ന് ഉറപ്പിക്കൽ. ഓ സഹോദരന്മാരെ, അതെ, അതോടുകൂടെ തന്നെ ഹക്കുകൾ കൊടുത്തു വിട്ടൽ. ചെയ്യുന്ന തെറ്റ് നിർത്തി, ഇനി ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അള്ളാഹുവേ, ഞങ്ങൾ അടിമകളാണ്, നീ ഞങ്ങളെ രാജാവാണ്, ഞങ്ങളെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. റബ്ബേ, ആരാണ് ഞങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ? ഉപദേശിക്കാൻ യോഗ്യത ഈ പാവപ്പെട്ടവന് തീരെയില്ല. ഞങ്ങളെല്ലാം പാപം ചെയ്ത അടിമകൾ. നീയോ ഏത് പാപികൾക്കും ഖേദിച്ച് മടങ്ങിയാൽ മാപ്പ് കൊടുക്കുന്ന രാജാവ്. റബ്ബേ, ഞങ്ങളെല്ലാം നിന്നിലേക്ക് കൈ ഉയർത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ, മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് മാപ്പാക്കണേ റഹ്മാനേ, ഞങ്ങളെ കുടുംബങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ, ഭാര്യമാര് സന്താനങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാന്, ഉസ്താദുമാര് ശിഷ്യന്മാർക്ക് മാപ്പാക്കണേ റഹ്മാന്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾ ഞങ്ങളെ സദസ്സിൽ വന്നവരാരോ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിൽ സഹായിച്ചവരാരോ, ഞങ്ങളെ മനസ്സുകൊണ്ട് ദീനിന് വേണ്ടി സ്നേഹിച്ചവരാരോ, എല്ലാവർക്കും മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം നീ മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനേ. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ റഹ്മാനേ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ. പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ സ്റ്റേജിലുണ്ടായിരുന്നു എം പി കുഞ്ഞാലി മുസ്ലിയാർ. നല്ല സുഖമില്ലാതെ ആശുപത്രിയുണ്ട്. അല്ലാഹുവേ, പൂർണ്ണമായ ആഫിയത്തും ദീർഘായുസും നിന്റെ പൊരുത്തത്തിൽ നൽകണം റഹ്മാനെ. അതുപോലെ മരിച്ചുപോയ സിയൂരിലെ വലിയ ഓർമ്മത്ത് അബ്ദുള്ളക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പക്കാർ പലരും ആക്സിഡന്റിൽ മരിച്ചുപോയി. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമിനായ റബ്ബേ, സുഖമില്ലാതെ നമ്മുടെ പോക്കറാജിന്റെ മകളോ മോന് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാവർക്കും ദ്വാരക്കാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ജയിലിലായപ്പോൾ സിറാജുലിലേക്ക് സ്വർണം നേർച്ചയാക്കി ഇപ്പോൾ മകൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തയച്ചിട്ടുള്ളവരുണ്ട്. അതുപോലെ കണ്ണൂർ യൂസുഫ് സിറാജുലിലേക്ക് നേർച്ച കൊടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾക്ക് പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം തന്നെ പലരും ഒരുപാട് സംഭാവനകളും നേർച്ചകളും കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ഇഖ്ലാസോടെ എല്ലാവരും ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർ-റഹീമീനായ അൽ-മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ ഖൽബിൽ നീ ഈമാനിന്റെയും തഖ്വയുടെയും ഇൽമിന്റെ പ്രകാശം തരണേ റഹ്മാനെ.
റബ്ബേ ഞങ്ങളെ കൽബുകൾ തുറക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് നീ തഖ്വ നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപികളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പ് ചെയ്യണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കുറവാക്കരുത് റഹ്മാനെ, ഐബാക്കരുത് റഹ്മാനെ. റബ്ബേ സാധുക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി സൽക്കർമ്മം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ. തെറ്റിന്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ സന്ദർഭങ്ങളിലും ഞങ്ങളെ നീ തട്ടിമാറ്റി കളയണേ റഹ്മാനെ.